വോളണ്ടിയർമാര് വരുമ്പോൾ അവർക്ക് കൊടുത്തയക്കാം ഇൻഷാ അല്ലാഹ്. ദുആന്റെ റിക്വസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. സമയം വൈകിട്ടില്ലെങ്കിൽ ദുആ കൂടെ കഴിഞ്ഞ് ഉസ്താദിന്റെ എല്ലാ നസീഹത്തും കഴിഞ്ഞിട്ട് പോകാനാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഒരു 2:15 ഇവിടുന്ന് വിട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ബസ് പോയി പോകും. അതുകൊണ്ട് എന്റെ സമയം എത്ര പരിമിതമായതുകൊണ്ട് മാത്രമുള്ള ഒരു ടെൻഷനുള്ളൂ. ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാത്തിനും നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരെ അവരോട് വന്ന് ചോദിച്ചു, അലി എന്നവരെ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യുന്നുണ്ട്, പിന്നെ ആ തെറ്റെന്നെ ചെയ്യും, എന്താ പിന്നെ ചെയ്യാ? വീണ്ടും തൗബ ചെയ്യണം. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോവില്ല പടച്ചോനെ. അതാണ് തൗബ. അല്ലാതെ ഞാൻ ചെയ്യൂല, ഗിവൻ എ ചാൻസ് ഞാൻ ചെയ്തേക്കും, അങ്ങനെ പറഞ്ഞൂടല്ലോ, അത് തൗബ ആവില്ലല്ലോ. ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സംഗതിയാണ്, പക്ഷേ ആ തെറ്റെന്നെ വീണ്ടും സംഭവിക്കും. എന്താണ് അലിയാരെ തങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും തൗബ ചെയ്യണം. എന്നിട്ട് ഞാൻ പിന്നെ അതെന്നെ ചെയ്യുന്നുണ്ട്, വീണ്ടും തൗബ ചെയ്യണം, പിന്നെ ആ തെറ്റെന്നെ വീണ്ടും തൗബ ചെയ്യണം. അങ്ങനെ എത്ര കാലം? പിശാചിന് തോന്നണം ഇവനെ ഞാൻ തെറ്റയിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവൻ ഉടനെ തൗബ ചെയ്യും, പിന്നെ എന്തിനാ ഞാൻ എന്റെ പിന്നാലെ? തൗബ ചെയ്താ പിന്നെ എങ്ങനെയാ? തെറ്റ് ചെയ്തവർ പശ്ചാത്തപിച്ചാൽ തൗബ ചെയ്താൽ ആ തെറ്റ് ചെയ്യാത്തതുപോലെയാണ്. അങ്ങനെയാണ് അള്ളാന്റെ അടുത്തിട്ടോ. മനുഷ്യന്മാര് വീണ്ടും ഫ്ലാഷ് ബാക്ക് പഴയ കഥ പറയും, മനുഷ്യന്മാര് മറക്കൂല. ഇനി നന്നായിട്ട് എന്താ കാര്യം, പണ്ടത് ചെയ്ത ആളല്ലേ. അത് മനുഷ്യന്മാർക്ക് ഒരാൾ നന്നാവുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ കുരുട്ടുബുദ്ധി കൊണ്ട് തോന്നണ അസൂയാണത്. അതുകൊണ്ടാണ് പറയുന്നത് നന്നായിക്കൂടാ, ഒരു അസൂയ വരെയാണ്. ഇപ്പോഴാണ് പഴയ കഥയൊക്കെ പറഞ്ഞത്, എത്രയോ നല്ല കുട്ടിയായി തൗബ ചെയ്ത് തഹജ്ജുദ് നിസ്കാരമൊക്കെ ഉണ്ടായി അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കും. പണ്ട് കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുരുത്തക്കേട് കളിച്ച് നന്നായി എത്ര ഔലിയാക്കന്മാരുണ്ടെന്നാണ്. എത്ര ഔലിയാക്കന്മാർ, ഫുദൈൽ ഇബ്നു അയ്യാദ് തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ജീവിതത്തിന്റെ ടേൺ. വലിയ അബ്ദുല്ലാഹിബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പകാലത്ത് മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് വിലായത്തിന്റെ വലിയ മർത്തബയിലേക്ക് വന്ന മഹാനാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മള് നിസ്സാരമായി കാണുന്ന ചെറുപ്പക്കാർ, കുരുത്തക്കേടൊക്കെ ഉള്ളവര് ഒരുപക്ഷെ നാളെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയവരായിരിക്കും. നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന, ആരെയും എന്ത് ചെയ്യണ്ട, നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് ന്യൂയോർക്കുകാരനായ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിലേക്ക് തിരിച്ചു വരാം. എ ബിലീവർ ഈസ് someone who had been to hellfire and wouldn't like to go back again. ഒരിക്കൽ ഇരുട്ടിൽ പോയ ആളാണ്, ഇനി ഞാൻ ഇരുട്ടിലേക്ക് പോവില്ല. ഒരിക്കൽ തിന്മയിൽ പോയ ആളാണ്, ഒരിക്കൽ നരകത്തിൽ വീണ ആളാണ്, ഇനി ഞാൻ നരകത്തിലേക്കില്ല എന്ന ഒരു തീരുമാനമെടുക്കുന്ന ആളാണ് സത്യത്തിൽ വിശ്വാസി. തിന്മ സംഭവിക്കാതിരിക്കൂല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മഅ്സൂമീങ്ങളല്ല. മഅ്സൂം ആരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, മുസ്ലിങ്ങൾ കഴിഞ്ഞു. ഇനി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരാനിരിക്കുന്നു. ഈ ദീൻ പ്രചരിപ്പിക്കാൻ ഈസാ നബിയുടെ കിതാബല്ല, ഖുർആൻ പ്രചരിപ്പിക്കാൻ പുതിയ നബിയല്ല. അമ്പിയാക്കന്മാർക്ക് ഇസ്മത്തുണ്ട്, വേറെ ഔലിയാഇന് പോലും ഇസ്മത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല. തെറ്റ് സംഭവിക്കും, തൗബ ചെയ്യും. എന്നാൽ അല്ലാഹുവിനോട് അടുക്കാനുള്ള ആനന്ദം ലഭിക്കാത്തവർ ഒരിക്കൽ പോലും സുജൂദിൽ കിടന്ന റബ്ബിനോട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, ഈ പ്രപഞ്ചം മുഴുവനും പടച്ചു തമ്പുരാനെ നീയാണ് ഏറ്റവും വലിയവൻ, ഞാൻ ഏറ്റവും ചെറിയവനാണ്. സുജൂദ് കിടക്കുമ്പോൾ അതാ മനസ്സിൽ വരേണ്ടത്, അതിനെ തല താഴ്ത്തി വെക്കുന്നത്, ഞാൻ ഏറ്റവും ചെറുതാണ്. പിന്നെ എന്താ പറയണത്? റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, നീ ഏറ്റവും വലിയവനാ റബ്ബേ, അഅ്ലയാണ്, ഞാൻ ഏറ്റവും താഴെയാണ്, മണ്ണിലാണ് ഞാൻ കിടക്കുന്നത്, മുഖം കുത്തുന്നത് മണ്ണിലാണ്, നീയാണ് ഏറ്റവും ഉന്നതൻ. എന്തൊരു മനോഹരമാണ് നമ്മുടെ നിസ്കാരത്തിലെ റുക്കൂയിലും സുജൂദിലൊക്കെ ഉള്ള വാക്കുകളുടെ ആ ഒരു സറ്റിലിറ്റി വളരെ മനോഹരമാണ്. ചോയ്സ് ഓഫ് വേർഡ്സ്. ആ ഒരു ആനന്ദം ലഭിക്കാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, എന്റെ ചര്യകളിൽ നിന്ന്
മനുഷ്യർ ഉപേക്ഷിക്കാൻ പോകുന്ന ആദ്യത്തെ സുന്നത്തുകളിലുണ്ട് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരം. എന്റെ ഉമ്മത്തുകൾ നിസ്സാരമായി കാണാൻ പോകുന്ന അവസ്ഥ വരും. അതായിരിക്കും അത്രേ നബിയുടെ സദ്യകളിൽ ആദ്യ മനുഷ്യർ ഉപേക്ഷിച്ചു കളയുന്നത്. അതൊക്കെ പാർക്കാൻ കഴിയാ, രാവിലെ ജോലിക്ക് കൊണ്ടേന്ന് വഴി. എന്നാലും സുബഹിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റാൽ ചെയ്യാവുന്നതാണ്. എന്നാലും പറയും നാളെ ഡ്യൂട്ടിയല്ലേ, കഴിയില്ല. മനുഷ്യന്മാർ എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ കല്യാണം ഉണ്ടല്ലോ പിന്നെ ഉറക്കൊഴിക്കാനാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കുന്നതാണ്. പക്ഷെ അതിനൊരു ആനന്ദമുണ്ട്, അതിനൊരു രസമുണ്ട്. മഹാന്മാരൊക്കെ മരിച്ചുപോയപ്പോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ കൊടുത്ത മറുപടി ആരും അറിയാതെ ഇരുട്ടത്ത് നിങ്ങൾ നിസ്കരിച്ച 2 റക്അത്ത് നിസ്കാരം, അതിന്റെ ഒരു മധുരം. ജോർദാൻ നദി കടന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവരുടെ അസ്ഹാബിന്റെ കൂടെ ജോർദാൻ നദി കടന്നുകൊണ്ടിരിക്കുമ്പോ, അധികം പുഴയൊന്നും വെള്ളമൊന്നുമില്ലാത്തൊരു നദിയാണ് ജോർദാൻ നദി, നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലെ. ഇവിടെ പടുത്തേതാ പുഴ ഉള്ളത്? ചാലക്കുടി പുഴ, ചിമ്മിനിപ്പുഴ. വെള്ളം കുറവാണ്, നടുവിലൂടെ ഇച്ചിരി ഒരു തോടിൽ പോകുന്ന വെള്ളമേ ഉള്ളൂ. ജോർദാൻ നദി ഇസ്രായേലിന്റെ ഫലസ്തീനും ജോർദാനും ഭാഗമായിരിക്കുന്ന ആ ഒരു ബോർഡർ. വെള്ളം ഇങ്ങനെ അവിടെ മുറിച്ചു കിടക്കുമ്പോഴാ അവിടുന്ന് ഒന്നു കൊടുത്തു വെള്ളത്തിന്ന്. മഹാനവറുകൾ പറഞ്ഞു, ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. അസ്ഹാബിനോട് പറയാണ്, പിന്നെ നമ്മൾ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരോ രാജാക്കന്മാരുടെ മക്കളോ അറിയുകയാണെങ്കിൽ ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്, നമ്മളോട് ദേഷ്യപ്പെട്ട അസൂയ കൊണ്ടിട്ട് അവര് വാളെടുത്ത് നമ്മളെ കൊല്ലാൻ വരും. നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരറിഞ്ഞാൽ. അപ്പോ ഈ വയറ് പട്ടിണി കിടന്ന് നടക്കണ ഈ മശായിഖന്മാരുടെ ജീവിതത്തിൽ എന്താണ് ശൈഖ് അവറുകളെ നിങ്ങൾ ഈ പറയുന്ന സുഖം? പകല് നോമ്പ്, രാത്രി ഖിയാമുൽ ലൈൽ, ഉറക്കെന്ന് പറഞ്ഞ സാധനം വളരെ കുറവ്, യാത്രയും പട്ടിണിയും. എന്ത് സുഖങ്ങൾ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പുഴയിൽ നിന്നിട്ടാ പറഞ്ഞു കൊടുക്കണത് എന്താണെന്നറിയോ? മഅരിഫത്തുല്ലാഹ്, ഈ ലോകം പടച്ച അല്ലാഹുല്ലേ, പടച്ച തമ്പുരാനെ നമ്മളൊക്കെ അറിഞ്ഞില്ലേ? അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയില്ലേ? അവനെ പ്രശംസിക്കാനും ബിമഹാമിദ് ലാ യഅരിഫുഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാൻ, തസ്ബീഹ് ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ തദർറുഅോടെ വിനയത്തോടെ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയാൻ. നമ്മൾ അടിമയാണ്, ഉടമസ്ഥൻ അവനാണ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്, ഞാൻ അടിമയാണ്. ഇതറിയുമ്പോൾ ഒരു സുഖല്ലേ? ഈ മഅരിഫത്തുല്ലാഹ്, നമ്മൾ അറിയുന്ന ഈ സുഖം, ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ല, രാജകുമാരന്മാർക്ക് കിട്ടിയിട്ടില്ല. അവര് കണ്ണുപിടിക്കാൻ വിഭജിക്കുകയാണ്, തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം അല്ലാഹു അവർക്കാർക്കും നൽകിയില്ലല്ലോ. എന്തുകൊണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരാണോ എന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിക്കുന്നത്, ഖുർആൻ കേൾക്കാൻ ചാൻസ് ഉണ്ട്, ഒരു സിനിമ പാട്ട് കേട്ടേക്കാം എന്ന് ചിന്തിക്കുന്നവര്, ഖുർആനോടാൻ അവിടെ സമയമുണ്ട്, എന്നാലും മറ്റേ എഡിഷനും കൂടെ പത്രം ഒന്ന് വായിച്ചു തീർത്തേക്കാം. ഒരു വാർത്ത വായിച്ചതാണ്, എന്നാലും പിന്നെ മറ്റൊരെന്ത് എഴുതിയത് അതൊന്നും വായിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഈ ന്യൂസ് ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് മറ്റൊരു ന്യൂസ്, ആ ചാനൽ ഈ ചാനല്, ഇതൊക്കെ കഴിയുമ്പോഴേക്കും മനുഷ്യൻ ഉറങ്ങാൻ നേരായി. എന്നെക്കുറിച്ചുള്ള ഓർമ്മ മാറ്റിവെക്കുകയും അവർ ഐഹികമായ വിഷയങ്ങളിലേക്ക് ചിന്ത കൊടുക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന് വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിന്റെ വിഷയം ഒരു 2ാം നമ്പർ. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം അള്ളാഹു അവർക്കാർക്കും നൽകിയില്ലല്ലോ. എന്തുകൊണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറള അൻ ദിക്രി
فإن له معيشة ضنكا. ആരാണോ എന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിക്കുന്നത്, ഖുർആൻ കേൾക്കാൻ ചാൻസ് ഉണ്ട്, ഒരു സിനിമ പാട്ട് കേട്ടേക്കാം എന്ന് ചിന്തിക്കുന്നവര്, ഖുർആനോടാൻ അവിടെ സമയമുണ്ട്, എന്നാലും മറ്റേ എഡിഷനും കൂടെ പത്രം ഒന്ന് വായിച്ചു തീർത്തേക്കാം, ഒരു വാർത്ത വായിച്ചതാണ്, എന്നാലും പിന്നെ മറ്റൊരെന്ത് എഴുതിയതൊന്നും വായിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഈ ന്യൂസ് ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് മറ്റൊരു ന്യൂസ്, ആ ചാനൽ ഈ ചാനല്, ഇതൊക്കെ കഴിയുമ്പോഴേക്കും മനുഷ്യൻ ഉറങ്ങാൻ നേരായി. എന്നെക്കുറിച്ചുള്ള ഓർമ്മ മാറ്റിവെക്കുകയും അവർ ഐഹികമായ വിഷയങ്ങളിലേക്ക് ചിന്ത കൊടുക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന് വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിന്റെ വിഷയം ഒരു 2ാം നമ്പർ, അത് മരിക്കുമ്പോ ജനാസ സംസ്കരിക്കാൻ പോണം, ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവര്, അത് പിന്നെ വയസ്സാകുമ്പോ എന്ന് ചിന്തിക്കുന്നവര്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ആരാണോ മുഖം തിരിക്കുന്നത് ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുണ്ടാവുക. ജോർജ് ബുഷിന്റെ ഭാര്യ, ഫോർമർ ജോർജ് ബുഷിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കാറെടുത്തിട്ട് ഏതെങ്കിലും ഒരു കൊക്കയിൽ കൊണ്ടുപോയി ഡ്രൈവ് ചെയ്ത് ആത്മഹത്യ ചെയ്താലോ എന്ന് പല പ്രാവശ്യം അവൾ ആഗ്രഹിച്ചു പോയി. എന്തേ? എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ മനസമാധാനം മാത്രം കിട്ടിയിട്ടില്ല. എന്തോ സംതിങ് മിസ്സിംഗ്. എന്താണ് മിസ്സിംഗ് എന്നറിയോ? നിന്റെ ശരീരത്തിൽ കിടക്കുന്ന റൂഹ്, ഇതിന്റെ റബ്ബിന്റെ സവിശേഷമായ സൃഷ്ടിയാണ് റൂഹ്. ഏതൊരു സാധനത്തിനും അതിന് കണക്ഷൻ കൊടുക്കണം, അത് ചാർജ് ആവണമെങ്കിൽ. റൂഹിന്റെ കണക്ഷൻ അല്ലാഹുമായിട്ടാണ്. പടച്ചതമ്പുരാനെ ഓർക്കുമ്പോഴാ നമ്മുടെ റൂഹിന് ന്യൂട്രീഷൻ ലഭിക്കുന്നത്, പരിപോഷണം, നറിഷ്മെന്റ് ലഭിക്കുന്നത്, അതിന് പരിപോഷണം ലഭിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു സങ്കടം, എന്തോ ഒരു വിഷമം, എന്താണ് പറയാൻ അറിയണില്ല. അങ്ങനെ പറയില്ല മനുഷ്യന്മാര്, എന്തോ ഒരു സങ്കടം ഇങ്ങനെ മനസ്സിൽ വരുന്നു, എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് അറിയണില്ല. എന്തെന്നറിയോ? ഖുർആൻ എടുത്തു നോക്കിയിട്ട് കാലം കുറച്ചായിട്ടുണ്ടാവും, റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു നോക്കിയിട്ടുണ്ടാവില്ല. തന്നെ വെറുതെ നമ്മുടെ സമയം സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ നല്ല നിലക്ക് ഉപയോഗിക്കുന്നവയുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ദീനി ദഅവത്തും വഅദും ദുആകളും ഖുർആൻ ഖതം തീർക്കുന്നതും മജ്ലിസുകളും ഒക്കെ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അതല്ല, ഇതൊക്കെ വെറുതെ. അങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു പറയാൻ, മനുഷ്യനെ പടച്ച സൃഷ്ടാവ് പറയാൻ, എന്നെ നിങ്ങൾ ഓർക്കാതിരുന്നാൽ എത്ര വിശാലമായ വീടാണെങ്കിലും മനസ്സ് സങ്കുചിതം, മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഇടുക്കം, രസമില്ല, സുഖമില്ല, സമാധാനമില്ല. അത് ദുനിയാവിൽ. ആഖിറത്തിലോ പരലോകത്തേക്ക് വരുമ്പോൾ അവന് 2 കണ്ണുമില്ല. 2 കണ്ണില്ലാതെ വരുന്ന മനുഷ്യന്മാരുണ്ട്. കണ്ണ് കാണാത്തവർ മഹ്ശറിൽ വരുമ്പം കാണാ, ഇത് അല്ലാഹുവിനെ ഒരിക്കൽ പോലും ഓർക്കാത്ത ദൗർഭാഗ്യവാന്മാരാണ്. അവൻ ചോദിക്കും, റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുൻതു ബസീറാ. റബ്ബേ, എനിക്ക് ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ, കാഴ്ചയുണ്ടായിരുന്നല്ലോ, നീ എന്തേ എന്നെ ഇവിടെ കണ്ണു കാണാത്തവനായി പടച്ചത് എന്ന് മനുഷ്യൻ ചോദിക്കും അല്ലാഹുവിനോട്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഖാല കദാലിക, അതെന്തേ ഞാൻ അങ്ങനെ തന്നെ ചെയ്തെന്നറിയോ? അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക യൗമ തുൻസാ. എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഒരുപാട് വന്നിരുന്നല്ലോ, എന്നെപ്പറ്റി പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഇവർക്കൊന്നും ലോകം തിരിയില്ല അല്ലേ? എന്റെ വിഷയം ഞാൻ പറയുമ്പോ എന്റെ ആളുകളെ എന്നെപ്പറ്റി പരിചയപ്പെടുത്തുമെന്ന് എന്താ പറഞ്ഞു? എനിക്കതിനൊന്നും നേരല്ലല്ലോ, അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ ഇവിടെയും മറന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്കിവിടെ കാഴ്ചയില്ല എന്ന് അവനോട് അല്ലാഹു പറയുമെന്ന് സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവേ, എത്രയോ ആളുകൾ ദൗർഭാഗ്യവാന്മാരാണ്, സൗഭാഗ്യം നഷ്ടപ്പെടുന്ന ആളുകൾ. ഒന്ന്, ഈമാനിന്റെ മധുരമറിയാൻ പറ്റാത്തവർ. ഈ ചർച്ച നമ്മൾ അവർക്കാണ് കൊടുക്കുന്നത്. മറ്റൊന്ന്, അള്ളാഹുവിനെ പേടിച്ച് കരയാൻ കഴിയാത്തവർ, അള്ളാഹുവിന്റെ അല്ലാമുൽ ഗുയൂബിന്റെ മുമ്പിൽ സുജൂദിന്റെ മധുരമറിയാതെ പോകുന്നവർ,
വിശുദ്ധ ഖുർആൻ ഓതാനോ ചിന്തിക്കാനോ ഉള്ള ഭാഗ്യം കിട്ടാതെ പോകുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് കിട്ടാതെ പോകുന്നവർ. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഹലാലായത് ഭക്ഷിക്കുവാനും ഹലാലായി റിസ്ക് തേടാനും പറ്റാത്ത ദൗർഭാഗ്യവാന്മാർ, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ട് ജീവിതം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിത്തീർത്തവർ, മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയവർ, മാതാപിതാക്കളോടുള്ള കടപ്പാടോ ബന്ധമോ അറിയാതെ ആ മാതൃപിതൃ വാത്സല്യത്തിന്റെ ആദരവിന്റെ കടപ്പാടിന്റെ മധുരമറിയാത്തവർ, അവർക്കൊക്കെയാണ് നമ്മൾ ഈ ചർച്ച സമർപ്പിക്കുന്നത്. സർവശക്തനായ അല്ലാഹു ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളായി കാണുന്ന, അല്ലാഹുവിനറിയാനും അവൻ ദീനിൽ ഇഷ്ടപ്പെട്ട നന്മകൾ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അലി ഇബ്നുൽ മഅ്മൂൻ അൽ അബ്ബാസിയുണ്ട്. മഅ്മൂൻ രാജാവിന്റെ മകനാണത്. അലി ഇബ്നുൽ മഅ്മൂൻ അൽ അബ്ബാസി വലിയ കൊട്ടാരത്തിലാണ് താമസം. വലിയ കൊട്ടാരത്തില് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വിജയയുടെ ടൈഗ്രീസിന്റെ ഓരത്ത് മനോഹരമായ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ ടൈഗ്രീസ് നദിയിൽ ഒരു സാധാരണക്കാരൻ ളുഹാ നേരത്ത് വുദൂഎടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ. അതുവരെ അദ്ദേഹം ആ പുഴയുടെ ഭാഗത്ത് എന്തൊക്കെയോ കൃഷിയിലും ധ്യാനത്തിലുമാണ്. മഗ്‌രിബാകുമ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നു. രാജാവ് അലി ഇബ്നുൽ മഅ്മൂൻ അദ്ദേഹത്തെ വിളിച്ചു. അവിടെ ചോദിച്ചു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറഞ്ഞു, ഭാര്യയുണ്ട്, 2 സഹോദരിമാരുണ്ട്, അവർക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ഞാൻ ഈ അധ്വാനിക്കുന്നതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. പകലെനിക്ക് നോമ്പാൻ. മഗ്‌രിബാകുമ്പോ ചെന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. ഖലീഫ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ ജീവിതത്തിൽ? അൽ തശ്കൂ ബിൽ ഷൈ, എന്തെങ്കിലും പരാതിയുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇല്ല, എനിക്കൊരു പരാതിയില്ല, ഞാൻ സന്തുഷ്ടനാണ്. ചെറിയൊരു കൂലിപ്പണിക്കാരൻ, മഗ്‌രിബ് വരെ കൂലിവേല ചെയ്യുന്നു. വീട്ടിൽ ഭാര്യയുണ്ട്, 2 സഹോദരിമാരുണ്ട്, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു. പകലൊക്കെ നോമ്പാണ്, രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. ഒരു പരാതിയില്ല. യാ അല്ലാഹ്, നമുക്കിങ്ങനെ പറയാൻ കഴിയാറുണ്ടോ? ഒരു പരാതിയില്ല. എന്തൊക്കെ കടബാധ്യതകളും പ്രയാസങ്ങളും എന്തൊക്കെ നമുക്ക് നിരത്തി വെക്കാനുണ്ടല്ലേ. എത്രയേറെ നിഅമത്തിലാണ് നമ്മൾ ഉള്ളത്. എന്നിട്ടും ആ മറുപടി കേട്ടപ്പോഴാണ് അലി ഇബ്നുൽ മഅ്മൂൻ അൽ അബ്ബാസി തീരുമാനിച്ചത്, എനിക്കൊരു കൊട്ടാരം വേണ്ട. കൊട്ടാരം ഇറങ്ങി. അദ്ദേഹം ഇറങ്ങി, ദീൻ പഠിച്ചു. നേരെ യാത്രയായി ഖുറാസാനിന്റെ ഭാഗത്തേക്ക്, ഇറാനിന്റെ അങ്ങറ്റത്തേക്ക്, ഖുറാസാനിന്റെ ഭാഗത്തേക്ക്. വർഷങ്ങളായിട്ട് പിന്നെ അലി ഇബ്നുൽ ഹുസൈൻ എവിടെയാണ് മരിച്ചുപോയത് എന്ന് ചരിത്രത്തിനറിയില്ല. കൊട്ടാരത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ്. എനിക്കിത് വേണ്ട. എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ ആർഭാടവുമുണ്ട്, പക്ഷെ സമാധാനം മാത്രം ഉണ്ടായില്ല. 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹു നൽകുന്ന സമാധാനം എനിക്ക് ലഭിക്കില്ലെങ്കിൽ എന്തിനാണ് എന്റെ ജീവിതം? 2 റക്അത്ത് ദുഹയാണ് പറഞ്ഞത്. അദ്ദേഹം നിസ്കരിക്കുന്ന ആ ദുഹാ നിസ്കാരത്തിന്റെ മധുരിമ കാണാൻ ഒരു പുഴയുടെ അരികത്ത് ഒരു മുസല്ലിം വിരിച്ചിട്ടോ ആ പുല്ലിലോ ഖിബിലയിലേക്ക് തിരിഞ്ഞു വുദൂഎടുത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മനുഷ്യന്റെ ഒരു നിസ്കാരത്തിന്റെ ഒരു മധുരം കൊട്ടാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോ തന്റെ കൊട്ടാരത്തിലില്ല അത്. പക്ഷെ ഈ മനുഷ്യന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീട് വലുതാവലല്ല വിഷയം, വീട്ടിൽ താമസിക്കുന്നവരുടെ ഹൃദയം വലുതാവലാണ് വിഷയം. വലിയ വലിയ വീടുള്ള ആളുകളുണ്ട്, ആരും അങ്ങോട്ട് ചെല്ലാറില്ല, ആർക്കും അങ്ങോട്ട് കടക്കുന്നത് ഇഷ്ടമല്ല. എന്തേ? അതിനകത്തുള്ളവരുടെ ഹൃദയം വളരെ ചെറുതാണ്. പക്ഷെ ചെറിയ കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ അവിടെ കയറി വരും, വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് കൂടിയാടി അവര് പോകുന്നുണ്ട്. എന്തേ? വീടൊക്കെ ചെറുതാണ്, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള മനുഷ്യന്മാരുടെ ഹൃദയം വളരെ വലുതാണ്. അവിടെ സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങിയ അലി ഇബ്നുൽ മഅ്മൂൻ അൽ അബ്ബാസി എന്ന് പറയുന്ന ഭരണാധികാരിയെ എവിടെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് പോലും ചരിത്രത്തിനറിയില്ലെന്നാണ്. എവിടെയോ റഷ്യയുടെ ഭാഗത്തെങ്ങാനോ മരിച്ചിട്ടുണ്ടാവണം. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു പോയ ആൾ
ഇന്നൽ അഹ്ദല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ് ഫമൻ തറകഹാ ഫഖദ് കഫർ എന്ന് ഇമാമുന തുർമിദി എന്നവരെ, നിസായി എന്നവരെ, അഹ്മദ് എന്നവരെ, ഹാക്കിം എന്നവരെ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മുസ്ലിമായ ഒരാളും മുസ്ലിം അല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഫമൻ തറകഹാ, അത് വേണ്ടെന്ന് വെക്കുന്ന ആളുകൾ ദീനിൽ അവിശ്വസിച്ചവരാണ്. അവർക്ക് പിന്നെ എന്ത് ഇസ്ലാം? അവരെന്ത് മുസ്ലിമാണ്? 5 നേരത്തെ നിസ്കാരമില്ലാത്ത ആൾ എന്ത് മുസ്ലിമാണ്? നിസ്കാരത്തിന്റെ മധുരമറിയാതെ പോകുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിനോടുകൂടെ നിസ്കരിക്കാൻ ഓടി വന്നിരുന്ന സഹാബത്ത് എത്രയോ കഷ്ടപ്പാടുകൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ നടന്നു വരുന്ന വഴികൾ പോലും സുരക്ഷിതമല്ല. അപ്പോഴാണ് ഹബീബ് പറയുന്നത്, ബശ്ശിരിൽ മശാഇന ഫിൽ ബിന്നൂരി കാമിൽ ഖിയാമ, അന്ത്യനാളിൽ ഇരുളുകളിൽ ടോർച്ച് പോലുമില്ലാതെ സുബഹിക്കും ഇശാഇനും നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പരിപൂർണമായ വെളിച്ചമുണ്ടെന്ന് പറയുന്ന നബിയേ, ആ വെളിച്ചം കിട്ടാനാ അവർ ഓടി വരുന്നത്. നിസ്കാരം അവരറിഞ്ഞു, അതിന്റെ മഹത്വം അവരറിഞ്ഞു. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാഅത്തുൻ യൗമൽ ഖിയാമ, ആരാണോ അത് നിലനിർത്തിക്കൊണ്ടുപോരുന്നത് നിസ്കാരം അവർക്ക് പ്രകാശമാണ്, അവർക്ക് അടയാളമാണ്, പരലോകത്തെ നാളെ വിജയമാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. വകാന യൗമൽ ഖിയാമ, അന്ത്യനാളാകുമ്പോൾ വമൻ ലം യുഹാഫിദ് അലൈഹാ, ആരാണോ അത് നിലനിർത്താതെ ഇരിക്കുന്നത്. മുനാഫിക്കുകളും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നാണ്, സുബ്ഹിക്കും അസറിനും അല്ല കാണൂല എന്നാണ്. ബാക്കി നിസ്കാരത്തിനൊക്കെ റെഡിയാണ്. സുബ്ഹിക്കും അല്ല കാണൂല, അസറിനും കാണൂല. അസർ തിരക്കായിട്ട് പോയി സുബ്ഹി ഉറങ്ങിയിട്ടും കളയും. നിഫാഖിന്റെ അടയാളമുണ്ട് അവരിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ ഒരു മധുരം. അതുകൊണ്ടാണ് സ്വലാത്തു ഖൈറുൻ മിനൻ നൗം, കണ്ണടച്ച് നിങ്ങൾ ഉറങ്ങുന്ന ഉറക്കത്തേക്കാളും നിങ്ങൾക്കുച്ചം നിങ്ങളുടെ മനസ്സിനെ അല്ലാഹുമായി ബന്ധിപ്പിക്കുന്ന നിസ്കാരത്തിലാണല്ലോ എന്ന് സുബ്ഹിക്ക് വാങ്ങി വിളിക്കുമ്പോൾ വിളിച്ചു പറയുന്നത്. ഇതിനാണ് നിങ്ങളുടെ ആനന്ദം കിടക്കുന്നത്, ഉറക്കത്തിലല്ല. അതാര് നഷ്ടപ്പെടുത്തുന്നുവോ, وكان يوم القيامة مع قارون وهامان وفرعون وأبي بن خلف, ഇവരുടെ കൂടെയൊക്കെ നാളെ വരികയെന്ന. ഖാറൂനിന്റെ ഒരു സംഘം വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സക്കാത്ത് കൊടുക്കാതെ വിസമ്മതിച്ച ഖാറൂൻ ഭൂമിയേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഈജിപ്തിൽ അദ്ദേഹത്തെ ആഴ്ത്തിക്കളഞ്ഞ പ്രദേശമുണ്ട്. അവിടെ ബുഹൈറത്ത് ഖാറൂൻ, ഖാറൂൻ ലേക്ക് എന്ന് പറയുന്നൊരു തടാകമുണ്ട്. അവിടെയാണ് അദ്ദേഹം താഴ്ത്തപ്പെട്ടത്, തന്റെ കൊട്ടാരവും മുഴുവനും. ഖാറൂനിന്റെ കൂടെ, ഹാമാനിന്റെ കൂടെ, ഫിർഔനിന്റെ കൂടെ, മുനാഫിക്കുകളുടെ നേതാവായിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ, ശത്രുക്കളുടെ നേതാവായിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ, ഇവരുടെ കൂടെയാണ് നാളെ പരലോകത്ത് അല്ലാഹു അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സൗഭാഗ്യം, സുജൂദിന്റെ ഒരു ആനന്ദം നഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹു നമുക്കത് നിലനിർത്തിക്കൊണ്ടുപോകാൻ തൗഫീഖ് തരട്ടെ. നിസ്കാരം നഷ്ടപ്പെട്ടവര്, അല്ലാഹുവിലേക്കുള്ള അടുപ്പം നഷ്ടപ്പെട്ടവര് ഇനി എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. പ്രായപൂർത്തിയായ ഇടം മുതലുള്ളത് ഖളാ വീട്ടിയെടുക്കണം. നമുക്ക് കഴിയോ? നമ്മൾ ചെയ്തേ പറ്റൂ. ബാക്കി അല്ലാഹുവിനോട് പൂർത്തരാൻ വേണ്ടി പറയാം. തൗബ ചെയ്ത് മടങ്ങ, പശ്ചാത്തപിച്ച് മടങ്ങ. പടച്ചവനെ, ഞാൻ ഇത്രക്കായി റബ്ബേ, എന്റെ നഷ്ടപ്പെട്ടു പോയത് പഴയ കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് നിസ്കരിക്കാനുണ്ടാവും റബ്ബേ. എന്നാലും ഞാൻ നിസ്കരിക്കാൻ എങ്ങാനും എന്നെ കൊണ്ട് സാധിക്കാതെ വന്ന് ഞാൻ ഇടക്ക് മരിച്ചുപോയാൽ എനിക്ക് മാപ്പ് തരണം കേട്ടോ. ഇത് അല്ലാഹുവിനോട് പറയാം. എന്നിട്ട് കടബാധ്യതകൾ വീട്ടുക തന്നെ വേണം. അല്ലാഹു അതിനൊക്കെയുള്ള ഹിമ്മത്ത് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരത്തിന്റെ മധുരം നഷ്ടപ്പെടുമ്പോഴാണ് അതറിയാം. എത്രയോ കാലം സുജൂദ് ചെയ്യാത്ത ആളുകൾ, 3 ചെറുപ്പക്കാർ കണ്ണുപിടിച്ചിട്ട് തോന്നിവാസം ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്താണ് അതിൽ 4-ാമൻ കൂട്ടത്തിൽ എത്തിയിട്ടില്ല. അവൻ പറഞ്ഞത് ദാ ഞാൻ
നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ പാർട്ടിക്കൊരു കൊഴുപ്പ് കൂട്ടാൻ ഞാൻ ഇച്ചിരി മദ്യം വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ ഓടുകയാണ് മുസ്ലിമായ ചെറുപ്പക്കാരൻ. പക്ഷേ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവൻ. കുറച്ചു നേരമായിട്ട് വരേണ്ട നേരമായിട്ടും കാണാതെ വന്നപ്പോ ഈ കൂട്ടത്തിൽ ഒരുത്തൻ അവനെ തപ്പി ഇറങ്ങുകയാണ്. അവരുടെ കൂടെ ഏതോ ഒരഞ്ഞ പെണ്ണുണ്ട്. കള്ള് കാത്തിരിക്കുകയാണ് അവരാ രാത്രിയിൽ. പോകുന്ന പോക്കിൽ റോഡ് സൈഡിൽ കാറ് തീ പിടിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോ തന്റെ കൂട്ടുകാരന്റെ കാറാണ്. ആളുകൾ അവനെ പിടിച്ചൊരു വിധത്തിൽ അവനെ കാറെന്ന് പുറത്തു ചാടിച്ചു. അവന്റെ ശരീരമാസകലം പൊള്ളലേറ്റിരിക്കുകയാണ്. സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല, മരിക്കുമെന്ന് ഉറപ്പായി. ഇവനും മുസ്ലിമാണ്. തീ പൊള്ളലേറ്റ ആള് മുസ്ലിമാണ്. ഇവനെ കൊണ്ടുപോകുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ എന്ത് മറുപടി പറയും അവനോട് ഞാൻ എന്ത് പറയും? അവൻ ചോദിച്ചു, ആരോടാ നീ പറയുന്നത്? അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? അപ്പോഴാണ് ബോധം തെളിഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങളൊക്കെ ഉറങ്ങാൻ, മരണം കൺമുമ്പിലെത്തുമ്പോ നിങ്ങൾ ഉണരും. അപ്പൊ ഉണരും, റബ്ബേ കഴിഞ്ഞോ, നേരം കഴിഞ്ഞോ, ഞാൻ ഇവിടുന്ന് പോവാണോ? ഒരു ഡോക്ടർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഡോക്ടറുടെ മുമ്പിലേക്കൊക്കെ ഒന്ന് കണ്ണിൽ പ്രതീക്ഷയോടുകൂടെ ഡോക്ടറെ എന്തെങ്കിലും നമ്മൾ ശ്രമിക്കാം എന്ന് പറയും. പിന്നെ ഒരു ഒറ്റക്ക് വിളിച്ച് പറയും, പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചോളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ പോവാൻ, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് പറയും അവനോട്, ഞാൻ എന്ത് പറയും അവനോടെന്ന് അവസാനം പറഞ്ഞിട്ടായി ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ആ രാത്രിയിലെ ഭയാനകമായ അനുഭവത്തിൽ നിന്നാണ് തന്റെ 3 കൂട്ടുകാരും കള്ളുകുടിയന്മാർ കുടി നിർത്തിയിട്ട് 1-ാം നമ്പർ മുസ്ലിമീങ്ങളും ഇന്നവര് പ്രബോധകരാണ്, ദീനിന്റെ ദഅവത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരാണ്. അന്ന് കേട്ട സുബഹിയുടെ വാങ്ക്, അപ്പോഴേക്കും നേരം പുലരാനായിരുന്നു. സുബഹിയുടെ വാങ്ക് കേൾക്കുന്ന കൂട്ടുകാരൻ മരിച്ചു കിടക്കുക. ഞാൻ എന്ത് പറയും? അന്നൊരു വിളിയാളം കേൾക്കുന്നു, ഹയ്യ അലസ്സലാഹ്, നിസ്കരിക്കാൻ വരണം, പ്രാർത്ഥനയ്ക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയം വേണോ? ഇങ്ങോട്ട് പോരിൻ, ഇവിടെ വിജയമുണ്ട്, വിജയത്തിലേക്ക് വാ, നിസ്കാരത്തിലേക്ക് വാ. ഇതൊരുപാട് തവണ ചെവിയിൽ കേട്ട വാക്കാണ്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഇന്ന് തന്റെ കൂട്ടുകാരൻ ദാരുണമായി മരിക്കുകയും ഞാൻ അവനോടെന്ത് പറയുമെന്നവൻ തിരിച്ചറിവുണ്ടാവുകയും ചെയ്ത ആ ഒരു വാക്കുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു നോക്കാൻ കഴിഞ്ഞു. ചില ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നത് മറ്റൊരാളിന്റെ അനുഭവമായിരിക്കും. അങ്ങനെയാണ്. തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുവിലേക്ക്, പശ്ചാത്താപത്തിന്റെ വാക്കുകൾ പറയുക, അള്ളാഹുവിനോട് പറയുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുക, റബ്ബേ നിനക്ക് മാപ്പുതാ, വലൗ കാന മിത്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ ചില ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയേക്കാം, നിങ്ങളൊക്കെ അത് അറിയുന്ന ആളുകളായിരിക്കും. എന്നാലും നമുക്കൊന്ന് ഒരുമിച്ച് ചെല്ലാം. അതൊന്ന് ചൊല്ലി സുബ്ഹിന്റെ മുമ്പ് നമ്മൾ മരിച്ചാൽ, മൻ ഖാലഹാ മൂഖിനൻ ബിഹാ, മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഈ ദിക്ർ ചൊല്ല. മഗ്രിബിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നതിന്റെ പേര്. ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് പതിവാക്കുക. എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുക,
പാപങ്ങൾ ആകാശത്തോളം ഉയർന്ന പാപങ്ങളുണ്ടെങ്കിൽ പോലും എന്നോട് പൊറുക്കൽ ചോദിച്ചാൽ ഞാൻ പുറത്തു കൊടുക്കും. വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല എന്ന് അല്ലാഹു തആല. നമ്മൾ ചോദിച്ചേക്ക് അവിടച്ചവനോട്, പുറത്തുതാ റബ്ബേ. ഒരു വിദേശ രാജ്യത്ത് പോയി മദ്യപാനത്തിന്റെ സുലഭമായ മദ്യം ലഭിക്കുന്ന രാജ്യത്ത് പോയിട്ട് കുടിച്ചവസാനം ലെവല് തെറ്റിയിട്ട് തന്റെ കൂട്ടുകാരനും എല്ലാരും കുടിച്ചിരിക്കുകയാണ്. ഒരുത്തന് ഛർദ്ദിക്കാൻ വരുന്നു. കുടിച്ചിട്ടേ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഛർദ്ദിക്കാൻ പോവാണ്. തപ്പിത്തടഞ്ഞ് ടോയ്ലറ്റിലേക്ക് നടന്നെടുത്തിട്ട് അവന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. കള്ളിന്റെ ലഹരിയിൽ കിടക്കുന്ന സമയത്ത് ഓർക്കണം, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ മദ്യപിച്ച് ടോയ്ലറ്റിന്റെ ബൗളിലേക്ക് അവൻ ഛർദ്ദിക്കാൻ ഒരുങ്ങുമ്പോ ഛർദ്ദിക്കാൻ നിന്നിട്ട് അവൻ മുഖം കുത്തിയിട്ട് ടോയ്ലറ്റിലേക്ക് മുഖം കുത്തി വീണിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞവൻ വരാതെ കണ്ടപ്പോ നോക്കുമ്പോ ടോയ്ലറ്റിന്റെ വെള്ളത്തിൽ, ഏറ്റവും മലിനമായ വെള്ളത്തിൽ മൂക്കുകുത്തിക്കിടന്ന് അവൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നല്ലവനായി ജീവിച്ചവൻ, നല്ല നടപ്പുള്ളവൻ, കൂട്ടുകാരവനെ പഴപ്പിച്ചു കളഞ്ഞപ്പോ ആ ഒരു നല്ല കൂട്ടുകെട്ട് നഷ്ടപ്പെടുകയും ചീത്ത കൂട്ടുകെട്ടിന് എത്തിപ്പെടുകയും ചെയ്തപ്പോ സർവമാന നന്മകളും നഷ്ടപ്പെട്ടുപോയി. അവസാനം മരിക്കുന്നത് സുജൂദ് ചെയ്യുന്ന പോലെ. ആരോട്? ടോയ്ലറ്റിനോട്. എന്താ അകത്തുള്ളത്? മദ്യപിച്ച് ഒരു മലിനമായ ഒരു സ്ഥലത്ത് സുജൂദിൽ കിടക്കുന്ന പോലെ തലവെച്ചുകൊണ്ട് മൂക്കിലേക്ക് വെള്ളം കയറിയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെയാണ് ആ നാട്ടുകാർക്ക് മുഴുവനും ഈ മഹാപാതകം റഅ്സു കുല്ലി ഫിത്ന, എല്ലാ പാപങ്ങളുടെയും എല്ലാ തിന്മകളുടെയും തലയാണ്, അതിന്റെ ഹെഡാണ്. മദ്യമെന്ന് വിവരങ്ങൾ പറയുമ്പോഴും വില മനസ്സിലാകാതിരുന്ന ആളുകൾ അല്ലാഹു തആല ഒരു പക്ഷേ ഹുസ്നുൽ ഖാത്തിമത്ത് നടത്തിയതിന് പകരം സൂഉൽ ഖാത്തിമ, മോശമായ മരണം നടക്കുമ്പോ അതൊരുപാട് ആളുകൾക്ക് പാഠം കിട്ടി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണ്? ഇവന്റെ അവസ്ഥ എന്താണ്? ഒരുപാട് ആളുകൾക്ക് പാഠം കിട്ടി, അൽഹംദുലില്ലാഹ്. ഇവന്റെ അവസ്ഥ എന്താണ്? ഒരാൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നാളെ പുനർജന്മം നൽകപ്പെടുന്നതെന്ന് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. കണ്ണുകുടിച്ച് മരിച്ചവൻ കണ്ണുകുടിച്ചാടിയിട്ട് തന്നെയാണ് പരലോകത്തേക്ക് വരുന്നത്. മഹ്ശറിലേക്ക് വരുമ്പോ അവരാടിയിട്ടാണ്. മത്തിന ആളുകൾക്കറിയാം ഇവൻ മരിച്ചത് അങ്ങനെയാണ്. വ്യഭിചാരത്തിൽ ആ തിന്മ ചെയ്ത് മരിക്കുന്നവർ എന്തൊക്കെയാണ് ഇതിന്റെ അവസ്ഥ റബ്ബേ? പാപങ്ങളിൽ നിന്ന് കരകയറുമ്പോ ഈമാനിന്റെ മധുരം അറിയുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലുണ്ട്. ഇനിയില്ല, ഞാൻ ആ നരകത്തിലേക്ക് തിരിച്ചു പോകില്ല, ഇനി ഞാനില്ല, കഴിഞ്ഞു. എത്രയേറെ അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ പല ആളുകളിലൂടെ അല്ലാഹു കാണിച്ചു തരുന്നു. പാഠം ഉൾക്കൊള്ളാൻ മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, ഈമാനിന് മധുരമുണ്ട്, അതറിയാൻ കഴിയുന്ന ആളുകൾ وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا. അല്ലാഹു തആല എന്റെ റബ്ബാണെന്ന് തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നവരെ, എന്റെ റബ്ബ് അല്ലാഹുവാണ്, അതെനിക്ക് പൊരുത്തമാണ്, അവർക്ക് ഈമാനിന്റെ മധുരമറിയാം. ഇസ്ലാം എന്തെല്ലാം നിയമങ്ങൾ അല്ലാഹു നൽകട്ടെ, അതെനിക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ. ദീനിന്റെ മസ്അലകളിൽ ഉലമാ നൽകുന്ന ഫത്വകൾ എന്തോ എനിക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, ഇത് അല്ലാഹുവിന്റെ ദീനാണെങ്കിൽ ഞാനതിന് സന്നദ്ധനാണ്, സ്വീകരിക്കാൻ ഒരുക്കമാണ്. വേറെ ചോദ്യമില്ല, അവിടെ വേറെ ചോദ്യമില്ല. എന്തേ? അല്ലാഹുവിന്റെ ദീൻ എങ്ങനെയാണോ എന്നാൽ എനിക്കത് പൊരുത്തമാണ്. ഇസ്ലാം ദീനാണെന്നും മുഹമ്മദിന് വിധങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും തൃപ്തിപ്പെട്ട ആളുകൾക്ക്, നബിയാണെന്ന് അറിഞ്ഞു, ഇസ്ലാമിനെ പറ്റി അറിഞ്ഞ് ഒരുപാട് വിവരമുണ്ട്, അല്ലാഹുവിനെ പറ്റി അറിയാം, ഇത് മാത്രമല്ല അതിന് തൃപ്തിപ്പെട്ടോ? തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് ഈമാനിന്റെ മധുരം അറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈമാനിന്റെ മധുരം അറിയാം അവർക്ക്.
അല്ലാഹുവേ, ആ മധുരമറിയാൻ ആ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുന്നവർക്കാണ് അതിന്റെ വിലയറിയുക. ഈ സൗഭാഗ്യം നഷ്ടപ്പെടുത്തല്ലേ. ഈമാനിനൊരു മധുരമുണ്ട്, ഒരു മധുരമുണ്ട്. ആ മധുരമൊന്ന് കയറിയപ്പോഴാണ് ഉമൈർ റളിയല്ലാഹു അൻഹു കൈകളിൽ ഏതാനും ഈത്തപ്പഴങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നഹാ ലഹയാത്തുൻ തവീല. സ്വഹാബികളോട് മുത്തനബിതങ്ങൾ പറഞ്ഞില്ലയോ അന്ന്, സ്വഹാബികളെ ഉദ്ഖുലൂ, പ്രവേശിച്ചോളൂ, ഇലാ ജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ? കാരൊക്കെ ഇങ്ങനെ കയ്യിൽ യുദ്ധത്തിന് പോവല്ലേ, വിശക്കൂലേ, ഭക്ഷണം ലഞ്ചാണത്, അന്നത്തെ ഉച്ചഭക്ഷണമാണ്. 3 കാരക്ക സ്വർഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് നബി വിളിക്കുകയാണ്. ആ കാരക്ക തിന്നാൻ നേരം എടുത്താൽ ഇത് ഒരുപാട് നേരം എനിക്ക് ഇവിടെ നഷ്ടമാവും, ഞാനങ്ങ് സ്വർഗത്തിലെത്താൻ നേരം വൈകിപ്പോകുമെന്ന് പറഞ്ഞ് ഫറമാഹ, ആ കാരക്കകൾ വലിച്ചെറിഞ്ഞ് ഉഹദിലേക്ക് ഓടിയെത്തിയ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു ഇമാന്റെ മധുരം കണ്ട് ചെന്നപ്പോഴേ കാത്തിരിക്കാൻ നേരല്ല, ഓടുകയാണ്. ആ മധുരം വരുമ്പോഴാണ് ഉഹദിന്റെ ഭാഗത്തേക്ക് ഓടുന്ന മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു മുആദ് എന്നിവരെ ഓടുകയാണ്. അനസ് ഇബ്നു നദർ എന്നവരെ ഉഹദിലേക്ക് ഓടുമ്പോ, ഇല്ലാ അയ്ന യാ അനസ്, അനസ് ഇങ്ങോട്ടാണ് ഈ ഓട്ടം, അനസ് ഇങ്ങോട്ടാണ് ഈ ഓട്ടം, ഇങ്ങോട്ടാണ് ഈ ഓടുന്നത്. സഅദ് തങ്ങളാണ് ചോദിച്ചത്, ഇലൈക അന്നി യാ സഅദ്, മാറി നിൽക്കൂ സഅദേ, മാറി നിൽക്കൂ, ഇന്നി ലഅശുമ്മു റായിഹത്തൽ ജന്ന മിൻ സൗബി ഉഹുദ്, ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ മണം എനിക്ക് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഓടുകയാണ്. മാറി നിൽക്കും സഅദേ, എനിക്ക് വർത്തമാനം പറയാൻ നേരമില്ല. സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്, അതിന്റെ മുഖിലേക്ക് വരുന്നുണ്ട്. നോക്കും, അത് ഉഹദിന്റെ ഭാഗത്ത് നിന്നാണ്. ഞാൻ ഉഹദിലേക്ക് ഓടുകയാണെന്ന് പറഞ്ഞ് ഉഹദിലേക്ക് ഓടിച്ചെന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു മധുരം കിട്ടിയപ്പോഴേ അതങ്ങോട്ട് ആസ്വദിക്കാൻ, പിന്നെ അത് നഷ്ടപ്പെട്ടുകൂടാ. സുബ്ഹാനല്ലാഹ്. ദാഖ തുഅമൽ ഈമാൻ. അതുകൊണ്ട് മുഅ്മിനെ, അല്ലാഹു നമ്മെ കാത്തിരിക്കുകയാണ്. വിശുദ്ധ ഈമാൻ ലഭിച്ചവരായി, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചവരായി കടന്നു വരാൻ ഒരുക്കമുണ്ടോ? അവൻ സ്വീകരിക്കാൻ ഒരുക്കമാണ് അല്ലാഹു തആല. അതുകൊണ്ട് ലാ തഹ്ഖിർ നഫ്സക ഫത്തായിബു ഹബീബ്. ഇബ്നുൽ ഖയ്യിം എന്നവർ പറയുമായിരുന്നു അവരുടെ ഫവായിദിൽ, നിന്റെ ശരീരത്തെ നിസ്സാരപ്പെടുത്തല്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊന്നും ഇപ്പോൾ വിചാരിക്കല്ലേ. ഫത്തായിബു ഹബീബുൻ, തൗബ ചെയ്ത് മടങ്ങുന്നവർ അല്ലാഹുവിന്റെ ഹബീബാണ്. വൽ മുൻകസിറു സഹീഹുൻ, അബദ്ധം പറ്റിപ്പടയുന്ന ആളുകൾ നല്ലവർ തന്നെയാണ്, എന്നാൽ അവർക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട്. എനിക്കൊന്നും കഴിയില്ല പടച്ചവനെ എന്ന് തിരിച്ചറിയുന്നതാണ് ശരിയായ മുതലാളി, അദ്ദേഹമാണ്. നാണം വന്ന് ലജ്ജയോടുകൂടെ തലതാറ്റുന്നത്, ആ തലതാറ്റുന്നത് ശരിക്ക് തല ഉയർത്തലാണ്. തിരിച്ചറിയണം. പിന്നെ സംഭവിച്ചു എന്ന് നീ തിരിച്ചറിയുന്നത്, അതാണ് നീ നേർവഴിയിലായി എന്നതിന്റെ അടയാളം. അത് നേർവഴിയാണ്. അതുകൊണ്ട് നിസ്സാരമായി കാണല്ലേ. വിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തിന്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോയ ആളുകളെ ഒന്ന് ഓർത്തു നോക്കണം. ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ ഓതാനോ അത് ചിന്തിക്കാനോ വിശുദ്ധ ഖുർആനിന് സമയം കൊടുക്കാനോ പറ്റാത്ത ആളുകൾ എത്ര വലിയ ദൗർഭാഗ്യവാന്മാർ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പേജ് പോലും ഖുർആൻ ഓതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദൗർഭാഗ്യമാണ്. അത് ഓൺ എ ഡെയിലി ബേസിസ്. ഇന്ന് പറ്റിയില്ല എന്നല്ല, നാളെ അതന്നെ സ്ഥിതി, മറ്റന്നാളോ അങ്ങനെ തന്നെ. ഈ സൗഭാഗ്യം നഷ്ടപ്പെടുത്തല്ലേ. മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും ഉബൈദ് ബിൻ ഉമൈർ എന്നവരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നു. താബിഈങ്ങളാണ്. ബീവി റളിയല്ലാഹു അൻഹ പണ്ഡിതയായിരുന്നു, ഹിജാബിന്റെ നടത്തിയിരുന്ന മഹദിയാണ്, ഹബീബിന്റെ ഭാര്യയായിരുന്നു.
വഫാത്ത് കഴിഞ്ഞിട്ടും 40ഓളം വർഷം ജീവിച്ച മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, സഹാബികൾ, താബിഈങ്ങൾ, ഒരുപാട് ആളുകൾ വന്ന് പഠിച്ചിട്ടുണ്ട് അവരിൽ നിന്ന്. അവർ ചോദിച്ചു, യാ ഉമ്മനാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി, ഹദ്ദിഥീനാ, നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഹദീസ് പറഞ്ഞു തരണം. എന്താ പറഞ്ഞു തരേണ്ടത്? ബിഅഅജബി ശൈഇൻ റഅയ്തുഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഹബീബിന്റെ കൂടെ അങ്ങ് കഴിഞ്ഞ ആ ഒരു 9 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ എന്തെല്ലാമാണ് അങ്ങേക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്? ഉമ്മ, നിങ്ങൾ ഞങ്ങൾക്കത് പറഞ്ഞു തരുമോ? ഹബീബിന് കണ്ട അത്ഭുതങ്ങള് അങ്ങനെ പറയൂലേ? തിരുവാളൂർ ഉസ്താദ് ഉണ്ട്, ശംസുൽ ഉലമയുടെ കൂടെ ഖദ്ദസല്ലാഹു സിർറ, ഒരുപാട് അനുഭവങ്ങളുള്ള മഹാനാണ്. നമ്മളൊക്കെ ചോദിക്കും സമയം കിട്ടുമ്പോ, എപ്പോഴെങ്കിലും ഒരുമിച്ചിരുന്ന് നേരം കിട്ടുമ്പോ, എന്തൊക്കെയാണ് ഉസ്താദിന് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായത്? ശംസുൽ ഉലമയിൽ നിന്ന് മറക്കാനാവാത്ത, ഇപ്പോഴും ഓർത്തിരിക്കുന്ന അനുഭവങ്ങൾ ഉസ്താദ് അത് രേഖപ്പെടുത്താൻ ഒരു പുസ്തകമാക്കി ഇറക്കാൻ പോവാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് നമ്മൾ ചോദിക്കൂലേ, ഏറ്റവും അത്ഭുതമുള്ളത് എന്താണ്? ആയിഷ ബീവിയോടാണ് ചോദിക്കുന്നത് പ്രഗത്ഭരായ 2 ആളുകൾ, ഒന്ന് ഉബൈദ് ഇബ്നു അമീർ എന്നവരും മറ്റേത് അത്വാ റളിയല്ലാഹു അൻഹും. എന്താണ് ആയിഷ ബീവി നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്? ഫബക്കത്, ആയിഷ ബീവി കരഞ്ഞു റളിയല്ലാഹു അൻഹ. കേട്ടപ്പോ കരഞ്ഞു. ബീവി അതിന് മറുപടി പറയാൻ പോവാൻ, പക്ഷേ ആദ്യം മഹദി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുല്ലു അംരിഹി കാന അജബാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം എല്ലാം അത്ഭുതമായിരുന്നു. അതിലെ അജബ് എന്താണ്? ദ മോസ്റ്റ് വണ്ടർഫുൾ, ഏറ്റവും കൂടുതൽ രസകരമായ അവിടത്തേക്ക് മറക്കാൻ കഴിയാത്തത് എന്താണ് ഉമ്മ? അതൊന്ന് പറഞ്ഞു തരൂ എന്നാണ് ചോദ്യം. അത് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് കുറച്ചൊന്ന് എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവണ്ടേ? കുറെ നേരമായില്ല നിങ്ങൾ ഇങ്ങനെ ഈ തണുപ്പത്തിരിക്കണത്, വേണ്ടേ? ഒന്ന് എഴുന്നേൽക്കില്ല. സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, സദസ്സിലുള്ളവരൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നവര്, കുട്ടികളൊക്കെ മടിയിൽ വെച്ചിരിക്കണം, ഉമ്മാരുണ്ടാവും, കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഒന്നും എഴുന്നേൽപ്പിക്കണ്ട, നിങ്ങൾ എഴുന്നേൽക്കും വേണ്ട. അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഊരൊക്കെ ഒന്ന് നിർത്തി, കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ്, കയ്യൊക്കെ ഒന്ന് പൊക്കി നോക്കി നല്ല റാഹത്തുണ്ടാവും നോക്കി, ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്ത് കാലൊക്കെ ഒന്ന് കുടഞ്ഞ്. അപ്പോ അതിന്റെ ഇടക്ക് നമ്മുടെ കവറൊക്കെ കിട്ടിയോ? അൽഹംദുലില്ലാഹ്, സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സഫലമാക്കട്ടെ, ആമീൻ. നമ്മളൊന്ന് സ്വലാത്തുല്ലല്ലേ? നമ്മൾ ഉഷാർ തന്നെയല്ലേ? ഒരു ചുക്കാപ്പിന്റെ കുറവുണ്ടല്ലേ ഈ തണുപ്പത്തെ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. حبيبنا حضرتك الله في صلاة എത്തിച്ചു കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ട്ടെ. അപ്പോ നമ്മൾ ഓരോരുത്തരും നല്ലൊരു സ്വതക്ക കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്ഥാപനം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അതിന്റെ ഒരു വളർച്ചയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് നാളെ ഖബറിലേക്ക് പോകുമ്പോൾ വലിയൊരു സൗഭാഗ്യമായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ കാലിന്റെ തരിപ്പൊക്കെ മാറിയിക്കണമെങ്കിൽ ഇരുന്നോളി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. حدثينا بأعجب شيء رأيته من رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അങ്ങേക്ക് കാണാൻ കഴിഞ്ഞ ബീവി, നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഏറ്റവും അത്ഭുതമുള്ള സംഭവം എന്താണ്? ബീവി പറയാൻ, എല്ലാം അത്ഭുതമായിരുന്നു. അതിൽ നല്ല അത്ഭുതമുള്ളൊരു സംഗതി, അന്നൊരു രാത്രി എന്നോട് നബി തങ്ങൾ പറഞ്ഞു, യാ ആയിഷത്തു, ആയിഷ ബീവി, ദരീനി യതഅബ്ബദു ലിറബ്ബി. ആയിഷ ബീവി, നിങ്ങൾ എന്നെ ഒന്ന് വിടണം, ഞാൻ ഇന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു ഈ രാത്രിയിൽ. അതുകൊണ്ട് ആയിഷ ബീവി, ഞാനിന്ന് നിസ്കരിക്കുകയാണ് കേട്ടോ.
കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല നബിയെ, അങ്ങേക്ക് എന്ത് ഇഷ്ടമാണോ അതെന്റെ ഇഷ്ടമാണ്. വല്ലാഹി ഇന്നി ലഉഹിബ്ബു ഖുർബക വഉഹിബ്ബു മാ യസുറുക. നബിയെ, എനിക്ക് അങ്ങയുടെ അടുത്തുണ്ടായാൽ മതി, നിങ്ങൾ എന്റെ റൂമൊന്ന് പോകരുത്, അതെനിക്ക് ആഗ്രഹം. പിന്നെ അങ്ങേക്ക് എന്ത് ഇഷ്ടമാണോ അതെന്റെ ഇഷ്ടവുമാണ്. നിങ്ങൾ നിസ്കരിക്കേ, ഇരിക്കേ, എന്നോട് എന്ത് സംസാരിക്കേ, ഉറങ്ങ, എന്തായാലും എന്റെ അടുത്തുണ്ടായാൽ മതി, എനിക്ക് അത്രയേ ഉള്ളൂ നബിയെ. അങ്ങേക്ക് ഇഷ്ടം നിസ്കാരമാണോ എങ്കിൽ അതായിക്കോട്ടെ നബിയെ എന്ന് ഞാനും പറഞ്ഞു. നബി നിസ്കരിക്കാൻ നിന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദാണത്, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം നിബിതങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങി. നിബിതങ്ങളുടെ മടിത്തട്ടിൽ വരെ, ഹബീബിന്റെ വസ്ത്രങ്ങളിൽ വരെ കണ്ണുനീരിന്റെ നനവ് വ്യാപിച്ചു. ഹബീബ് കരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത കരച്ചിൽ, ഒരുപാട് നേരം കരഞ്ഞു. 2 റക്അത്താണ് മുത്തുനബിതങ്ങൾ ആ രാത്രി നിസ്കരിച്ചത്. ആ രാത്രി നിസ്കാരം അവസാനിക്കാറായപ്പോഴേക്കും സുബ്ഹിയായിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയേ, സുബ്ഹിക്ക് വാങ്ക് വിളിക്കട്ടെയോ? അപ്പോഴാണ് നബി കരയുന്നത് കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ ഉമ്മയും എന്റെ വാപ്പയും മരിച്ചാൽ പോലും അങ്ങ് ജീവിക്കണം നബിയേ. അങ്ങെന്തിനാ കരയുന്നത് നബിയെ? അങ്ങ് കരയുന്ന വിഷയമറിഞ്ഞാൽ ഞാനും അങ്ങയുടെ കൂടെ കരയാനൊരുക്കമാണ്. പറയൂ നബിയെ, എന്തിനങ്ങ് കരയണം? നബിയെ, അങ്ങേക്ക് അല്ലാഹു തആല പാപസുരക്ഷിതത്വം നൽകിയിട്ടുണ്ടല്ലോ. പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവിച്ചിട്ടുണ്ടല്ലോ. എന്തിനാ നബി അങ്ങ് കരയുന്നത്? എന്താണ് അങ്ങയെ പേടിപ്പിച്ചത്? അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാ നബി അങ്ങ് കരയുന്നത്? ബിലാൽ എന്നവരോട് മറുപടി പറഞ്ഞു, യാ ബിലാൽ, ബിലാലെ, ഉൻസിലത് അലയ്യ ലൈല ആയ. ഇന്നലെ അല്ലാഹു എനിക്കൊരു ആയത്തിറക്കി തന്നു. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ആ ആയത്തുകൾ ചിന്തിക്കാത്ത ആളുകൾക്ക് നാശമുണ്ട് എന്ന് അല്ലാഹുവിനെ അറിയിക്കുകയും ചെയ്തവർക്ക് ശിക്ഷയുണ്ടാകും. ആ ആയത്ത് സൂറത്ത് ആലി ഇംറാനിലെ 190-ാമത്തെ ആയത്താണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്താണ് എനിക്ക് അല്ലാഹു ഇറക്കിയത്. ഈ ആയത്ത് ആര് വെറുതെ ഓടിപ്പോകുന്നുണ്ടോ, ചിന്തിക്കാനും അറിയാനും പഠിക്കാനും കഴിവുള്ള ആളുകൾ ഇത് ഓടിപ്പോകുമ്പോ, സാധാരണക്കാർ അർത്ഥമറിയാത്തവരെ കുറിച്ചല്ല, അർത്ഥമറിയുന്നവർ, ആയത്തിന്റെ ആശയം അറിയുന്നവർ തെല്ലുന്ന നേരം അവിടെ നിന്ന് ആലോചിക്കാതെ, ഈ ആയത്തെ സംബന്ധിച്ച് ഗഹനമായി ചിന്തിക്കാതെ ആരങ്ങ് വെറുതെ ഓടിപ്പോകുന്നുണ്ടോ അവർക്ക് പോലും ശിക്ഷയുണ്ടായേക്കുമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞൊരായത്തിൽ ഞാൻ ഈ രാത്രി മുഴുവനും ചിന്തിക്കുകയായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൊരു മാധുര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നതിലൊരു മാധുര്യമുണ്ട്. എല്ലാറ്റിലും മധുരമയുണ്ട്. അത് നഷ്ടപ്പെടുന്നവർക്ക് അതറിയാൻ പറ്റുള്ളൂ. ആ ഒരു ഖുർആനിന്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. അല്ലാഹു നമുക്കത് എന്നും ഓതുന്നവരായി രാവിലും പകലിലുമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ യുവാക്കൾക്ക് എത്ര ബിസിയുള്ള ജീവിതമാണെങ്കിലും, എത്രയാണെങ്കിലും ഒരു ഫേസ്ബുക്ക് നോക്കുന്ന നേരം മതി ഒരു 4 പേജ് ഖുർആൻ ഓതാൻ. വാട്സപ്പ് വെറുതെ ഓരോരുത്തർ എന്തെങ്കിലും വടായി പറഞ്ഞു വിടുന്നതൊക്കെ ആ ഓഡിയൊക്കെ ഓണാക്കിയിട്ട് വെറുതെ ഓരോ കസർത്തുകൾ ഓരോരുത്തർ വിടും. ഇതൊക്കെ കേട്ടു നിൽക്കുന്ന നേരം ഇതൊക്കെ പൂട്ടി വെച്ചിട്ട് ഒന്ന് വൈഫൈ ഡാറ്റയ്ക്ക് ഒന്ന് ക്ലോസ് ചെയ്താൽ എത്ര ഖുർആൻ ഓതാം. ആ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ.
ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് വിശുദ്ധ ഖുർആനിന്റെ മധുരിമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു രാത്രിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കൂടെ ജീവിച്ച ഏറ്റവും സവിശേഷമായ 9 കൊല്ലക്കാലത്തിനിടക്ക് ആയിഷ ബീവിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമുണ്ടായത് ഹബീബ് ഖുർആനോട് ചിന്തിച്ച രാത്രിയായിരുന്നു. നോക്കണം, അതാണ് ഏറ്റവും അത്ഭുതമുള്ള സംഭവം. ഒരു ആയത്തുകൊണ്ട് 2 ആയത്തുകൊണ്ട് നബി തങ്ങൾ സുബ്ഹി വരെ നിസ്കരിച്ച നിസ്കാരം വിശുദ്ധ ഖുർആൻ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. പിന്നെ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്, ബക്കറ്റിട്ട് ആരൊന്നും കൊടുക്കണമെന്നില്ലല്ലോ. എന്താ സംഗതി? മോനെ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളി, അപ്പോഴേ നിങ്ങളെ കാണുള്ളൂ. മാഷാ അല്ലാഹ്. ഇബ്രാഹിം നാജിയും ഹമീദ് ആജിയും ഇബ്രാഹിം നാജി 1,00,000 പെരുമ്പാവൂരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഷെയ്ഖുന അവരുടെ ഉസ്താദിന്റെ പരിചയക്കാരാണ്. പിന്നെ ഒരു ഹമീദ് ആജി 50,000. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ആരാണ്? പള്ളിക്കാട്ടിൽ മുഹമ്മദ് 10,000. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അതിനൊക്കെ തക്കതായ പ്രതിഫലം 2 ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് കള്ളം തൊടി അല്ലേ, കോടായി എന്നാണത്, കോടാലി അല്ലേ, 10,000. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ. ഒരുപാട് ആളുകളോട് ഏൽപ്പിച്ചിട്ടുണ്ട് ദ്വാരക്കാനൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ അല്ലാഹ്. ശുദ്ധ ഖുർആൻ ഓതുന്ന നേരത്തെ കണ്ണ് നനയണമത്രേ, കണ്ണ് നനയണമെന്നാണ്. ഫബ്കൂ, നിങ്ങൾ കരയണം. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ കരയണം. വഇല്ലം തബ്കൂ ഫതബാകൂ, നിങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടില്ലേ, കരച്ചിൽ ഉണ്ടാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. നിങ്ങൾ കാണുന്നില്ല ഖുർആനൊക്കെ ഓതുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് തേങ്ങി കരയുന്നത്. ചില ആയത്തൊക്കെ നരകത്തിന്റെ ശിക്ഷ വരുമ്പോ പേടിച്ച് കരയും. പേടിച്ച് കരയും. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നഹ് വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരുവരണേ, പെട്ടെന്ന് വരയണമേ. ഇലാ മഗ്ഫിറത്തിൻ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു വരാൻ ഒരുക്കമാണ്, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ ആയത്തോതിയപ്പോ സലഫ് സ്വാലിഹീങ്ങളിൽ നമ്മുടെ മുൻഗാമിയിലെ ഒരു മഹാൻ നിസ്കാരത്തിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആളുകൾ ചോദിച്ചു, അല്ല സ്വർഗത്തെപ്പറ്റി പറഞ്ഞതൊക്കെ ആകാശലോകത്തോളം വിശാലമായ സ്വർഗം, സ്വർഗത്തിന്റെ നീളം പറഞ്ഞില്ല എന്നാ, വിശാലതന് അത്ര ഉണ്ടെങ്കിൽ പിന്നെ നീളം എന്താണ്? ആ സ്വർഗത്തിലേക്ക് വരും എന്ന് പറഞ്ഞ ആയത്തോതുമ്പോ നിങ്ങൾ ആയത്തോതി കരഞ്ഞല്ലോ, ആ ആയത്തോതുമ്പോ ആരും കരയില്ലല്ലോ, സ്വർഗത്തെ പറ്റി പറയല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് ചോദിക്കപ്പെട്ടപ്പോ എന്താ മറുപടി എന്നറിയോ? وما ينفعني عرض الجنة إن لم يكن لي فيها موضع قدم. സ്വർഗത്തിന്റെ വിശാലത എത്രയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞെങ്കിൽ എന്താണ്, എനിക്കവിടെ 2 കാല് വെക്കാനുള്ള ഇടം അവിടെ ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ വിശാലത കൊണ്ട് എനിക്കെന്ത് ഫലമുണ്ട്? എന്റെ 2 കാല് വെക്കാനുള്ള സ്ഥലം എനിക്കവിടെ സ്ഥലമുണ്ടോ എന്നറിയാതെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം പറയുമ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നു എന്ന്. യാ അല്ലാഹ്, ശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ കരച്ചിൽ വരാതിരിക്കുന്നത്, അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ കരച്ചിൽ വരാതിരിക്കുന്നത്, ഒരു സിനിമയുടെ ക്ലൈമാക്സിലെത്തുമ്പോ, ഒരു സീരിയലിന്റെ ക്ലൈമാക്സിലെത്തുമ്പോ കരയുന്നവര്, നോവല് വായിച്ച് പൊട്ടിക്കരയുന്നവര്, ചോറ് കഴിക്കാത്തവര്, ഭക്ഷണം കഴിക്കാത്തവര്, ഉറക്കം വരാത്തവര്, തന്റെ ഗേൾഫ്രണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നവര്, ഓർക്കണേ, അല്ലാഹുവിന് വേണ്ടി കരഞ്ഞോ നിങ്ങൾ? വിശുദ്ധ ഖുർആനിന്റെ വചനമോതുമ്പോ കരച്ചിൽ വരാറുണ്ടോ? അല്ലാഹുവിന്റെ ഇൻകാറുകളും സാക്ഷീതുകളും കേൾക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ പേടി വരാറുണ്ടോ? ഒരു സ്വഹാബി മുസ്ലിമായി, ഒരു ആറാബി മുസ്ലിമായി വന്നപ്പോ അല്ലിമൂഹുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പഠിപ്പിച്ചു കൊടുക്കണം ഖുർആൻ. സ്വഹാബിമാർ ഓരോരുത്തരായി പരിശ്രമിക്കുന്നു. ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ഖുർആൻ, എനിക്ക് സൂറത്തുൽ സൽസല അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ
تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. നിർത്തണം. അവൻ യുഹാസിബുനാ അലാ മസാഖീരി ദർറ. അല്ലാഹു തആല അണുമണിത്തൂക്കം ഒരു കടുകിന്റെ അത്ര, ഒരാറ്റത്തിനത്ര ആര് നന്മ ചെയ്യുന്നുവോ അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്നും, ഒരണുമണിത്തോളം ആര് തിന്മ ചെയ്യുന്നുവോ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ അതിന് ശിക്ഷ വരിക്കേണ്ടി വരും എന്ന ആയത്തെത്തിയപ്പോ ആറാബി ചോദിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ചെറുതിനൊക്കെ അല്ലാഹു നമ്മളോട് വിചാരണ ചെയ്യുമോ? ഖാല നഅം. അതെ, ഇനി എനിക്കൊന്നും പഠിക്കണ്ട, മതി. ഇനി ഒരു സൂറത്ത് എനിക്ക് അറിയണ്ട, ഇത് മതിയോ? ഇനി പഠിക്കണ്ടേ? വേണ്ട, ഞാൻ പഠിച്ചു. സ്വഹാബി ഓടിച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ നബിയേ, ആ അറാബി സൂറത്തുൽ സൽസല പറഞ്ഞു കൊടുത്തപ്പോ എനിക്കത് മദീന ഒരു സൂറത്തും എനിക്കറിയേണ്ടതില്ല, ഞാൻ പഠിച്ചു എന്ന് പറയുന്നുണ്ട് നബിയേ. എന്ത് വേണം, അയാളെ പറഞ്ഞേക്കണോ? നബി ചോദിച്ചു, എന്താണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹു എല്ലാ ചെറുതും വലുതും ഏത് അണുമണിത്തൂക്കം നന്മയും തിന്മയും നമ്മളോട് അറിയുന്നുണ്ട്, ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പഠിക്കണ്ട, ഇനി മതി, എനിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞോ? അതെ, ഖദ് ഫഖഹൽ അറാബി. അറാബിക്ക് ഫിഖ് കിട്ടിയിട്ടുണ്ട്, അറാബിക്ക് ഫിഖുണ്ട്. തത്ത പറയണ പോലെ മസ്അല പറയലല്ല. ദീനിന്റെ ഫിഖ് എന്ന് പറയുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടാണ്. അതാണ് ഇതിന്റെ അടിസ്ഥാനം. നിയമങ്ങളുടെ ചട്ടക്കൂട് മാത്രമല്ല. നിസ്കാരം അതിന്റെ ഷർത്തും ഫറളും സുന്നത്തും എല്ലാം പഠിച്ച് നിസ്കരിക്കുന്നു. ഖൽബ് അല്ലാഹു കൊടുത്തിട്ടില്ല. വളരെ കൃത്യമാണ്. എന്താ റോബോട്ട് നിസ്കരിക്കണ പോലെ നിസ്കരിക്കുന്നത്. പക്ഷേ ഖൽബ് കൊണ്ടോ ഏതോ നാട്ടിലാണ്. വല്ല കാര്യമുണ്ടോ നിസ്കാരം കൊണ്ട്? ഇല്ല. ഷർത്തും ഫറളൊക്കെ എടുത്തിക്കണ്. എല്ലാ അഹ്കാമുകളൊക്കെ റെഡിയാണ്, ഒക്കെയാണ്. ഖിബിലാക്ക് തിരിഞ്ഞു, അവന്റെ എല്ലാ മസ്അലയും റെഡിയാണ്. ഖൽബിലുണ്ടോ? ഇല്ല. എന്തേ അതുകൊണ്ട് കാര്യമുണ്ടായത്? അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ട്. പൊയ്ക്കോട്ടെ, മതി, അദ്ദേഹത്തിന് അത് മതി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് രണ്ട് ചെറിയ ആയത്തുകൾ മനസ്സിലാക്കിയപ്പോഴാണ്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അല്ലാഹു നമ്മളെ സഹായിച്ചു തരട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ പാരായണം നടത്തിയപ്പോഴാണ് ഉസൈദ് ബിൻ ഹുദൈർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഹാബി, ഉഹദിലേക്ക് സ്വർഗത്തിന്റെ മണം കേട്ട് ഓടിപ്പോയ സ്വഹാബി, തന്റെ മകൻ യഹ്യ എന്ന് പറയുന്ന കുഞ്ഞിനെ കിടത്തിയിട്ട് തന്റെ കുതിരയെയും കെട്ടിനിർത്തിയിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഓതിയ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കുതിരയെ ചാടാൻ തുടങ്ങിയില്ലേ? എന്തെന്നില്ലാത്ത ചാട്ടം. ഒരു റൂം അന്നങ്ങനെയാണ്. ബെഡ്റൂമും ഡൈനിങ് ഹാളും എല്ലാം അതാണ്. സ്റ്റേബിളും അതാണ്. കുതിര കെട്ടിടാനുള്ള സ്ഥലവും അത് തന്നെയാണ്. കുതിരയുടെ ചാട്ടം കണ്ടപ്പോ തന്റെ കുഞ്ഞിന്റെ മീതെ ചവിട്ടുമോ എന്ന് പേടിച്ചു ഉസൈദ് റളിയല്ലാഹു അൻഹു മനോഹരമായ ഖുർആൻ ഓതുമ്പോ ഖുർആനൊക്കെ നിർത്തിവെച്ചവിടെ ഓടിച്ചെന്ന് നോക്കി, ഒന്നും കാണുന്നില്ല. കുതിര നിന്നു. തിരിച്ചെന്ന് വിശുദ്ധ ഖുർആനിൽ ഓത്തു തുടങ്ങിയപ്പോ കുതിര ചാടാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ തവണയും കുതിര നിർത്താതെ ചാടിയപ്പോഴാണ് മാനവറുകൾ ഓടി പുറത്തിറങ്ങി നോക്കുന്നത്, എന്തെങ്കിലും അപകടമുണ്ടോ നോക്കുമ്പോൾ ആകാശലോകത്തു നിന്ന് മനോഹരമായ മേഘം ഇറങ്ങി വന്നിരിക്കുന്നു. ഫീഹാ മസാബീഹ്. ആ മേഘത്തിൽ നിറയെ വിളക്കുകൾ. മനോഹരമായ സുബഹി നേരമാണ്. മനോഹരമായൊരു മേഘം മേലോട്ട് ഇങ്ങനെ കയറിപ്പോകുന്നു. സുബഹി നേരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങനൊരു മഹാത്ഭുതം കണ്ടു. മേഘം ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോ മേലോട്ട് പോവാണ്. അതിൽ ആയിരക്കണക്കിന് വിളക്കുകൾ കത്തുന്നു. മനോഹരമായ കാഴ്ച നബിയെ. എന്താണത്? തിൽക മലായിക
അത് മാലാഖമാരാണ് ഇറങ്ങി വന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ഭംഗി കണ്ടപ്പോൾ അത് കേൾക്കാൻ വേണ്ടി ആകാശലോകത്ത് ഇറങ്ങി വന്നതാണ്. തിൽക സകീന നസലത്തിൽ ഖിറാഅത്ത്, നിങ്ങളുടെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഇറങ്ങി വന്ന അല്ലാഹു നൽകുന്ന സമാധാനമായിരുന്നു അത്. നിങ്ങളെങ്ങാനും സൂര്യൻ ഉദിച്ചിട്ടും അതിനപ്പുറത്തേക്കും നിർത്താതെ ഓടുകയായിരുന്നുവെങ്കിൽ ആ കാഴ്ച ജനങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ പോലും കാണാമായിരുന്നു. നിങ്ങൾ നിർത്തിയത് കൊണ്ട് മേലോട്ട് പോയി. മാലാഖമാർ ഇറങ്ങി വന്നു നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ. മോഷണം നടത്തിയിട്ട് മതിൽ ചാടി പോകുമ്പോഴാണ് ആയത്ത് തോന്നുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ പേടിക്കാൻ നേരമായിട്ടില്ലേ? നേരായിട്ടില്ലേ? ഒരു ഉമ്മങ്ങനെ ഊതാൻ മോഷണം ചെയ്ത് മടലുമായി മഹാനായ ഫുദൈലിനായി നടന്നു പോകുമ്പോഴാണ് ഊത്ത് കേൾക്കുന്നത്. അറബി അറിയുന്ന ആളാണ്. എന്താണ് ഇതിന്റെ ആശയം? ഈമാനുള്ളവർക്ക് നേരമായില്ലയോ? ഇനിയും സമയമായിട്ടില്ലേ? അവരെ പടച്ച് സൃഷ്ടാവിനെ ഓർക്കാൻ അവർക്ക് ഇനിയും നേരമായിട്ടില്ലേ? പടച്ചവനെ പേടിക്കാൻ നേരമായിട്ടില്ലയോ? അല്ലാഹു ഇറക്കി തന്ന പരിശുദ്ധമായ പരമമായ സത്യം വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാനും അല്ലാഹുവിനെ പേടിക്കാനും ഇനിയും നിങ്ങൾക്ക് നേരമായിട്ടില്ലേ? അവരുടെ കുരുത്തക്കേട് നിർത്താൻ നേരമായില്ലേ? അവരുടെ പാപങ്ങൾ അവസാനിപ്പിക്കാൻ നേരമായില്ലേ എന്ന് ആ ഉമ്മയുടെ ഖുർആനിന്റെ പാരായണം വീടിന്റെ അരികത്തുകൂടെ നടന്നു പോകുന്ന മോഷണം ചെയ്തു പോകുന്ന നേരത്ത് കേട്ടപ്പോഴാണ് ബലാ ഖദ് ആന യാ റബ്ബ്, നേരമായി റബ്ബേ, നേരമായി ഞാൻ നിർത്തുകയാണ്. അവിടെ നിന്ന് നിർത്തിയതാ മോഷണം. പിന്നെ മഹാൻ ലോകം അറിയപ്പെടുന്ന പ്രഗത്ഭനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരായത്ത് വരുത്തിയ മാറ്റാണ്. യാ സലാം, നമ്മൾ എത്ര ആയത്തുകൾ കേൾക്കുന്നു, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ എന്താ അതിന്റെ ആശയങ്ങൾ എത്ര ഗംഭീരമാണ്. മനുഷ്യന്റെ നന്മയുടെയും തിന്മയുടെയും തുലാസുകളുടെ വിവരണം വരുന്ന സൂറത്തുൽ ഖാരിഅ. അത്ഭുതമല്ലേ ആ സൂറ? ഓരോ ആയത്തും അത്ഭുതമല്ലേ? അതുകൊണ്ടല്ലേ ആയത്ത് എന്ന് പറയാൻ കാരണം. ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നല്ല ഖുർആൻ ചോദിച്ചത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ ആഴത്തിൽ ചിന്തിക്കുന്നില്ലയോ? തദബ്ബറ, തഫഅല, അതിൽ ഒരു തരം തഖല്ലുഫ് ഉണ്ടെന്നാണ്. വെറുതെ നോക്കിയ അർത്ഥം കിട്ടൂല. പത്രം വായിക്കണ പോലെ വായിച്ച ഖുർആൻ കിട്ടൂല. നമ്മൾ ഒരു തുഹ്ഫയുടെ ഇബാറത്ത് തന്നെ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എത്ര സമയം വരും? ഒരു വരി കണ്ട് ശരിക്കും പഠിക്കണമെങ്കിൽ തന്നെ അള്ളാന്റെ കലാമിന്റെ അവസ്ഥ എന്താ? നമ്മൾ പെട്ടെന്ന് ഓടിപ്പോകും. അത്രയല്ലേ ഉള്ളൂ. സബഅ സനാബില എന്ന് പറഞ്ഞു, ഒരിടത്ത് സബഉ സുംബുലാത്തിൻ എന്ന് പറഞ്ഞു, ഒരിടത്ത് ജംആൻ, ഒരിടത്ത് ജംഉൽ ജംആൻ. എന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ പറഞ്ഞു? ഒന്ന് ജംഉൽ ഖില്ലയാണ്, ഒന്ന് ജംഉൽ കഥറയാണ്. പക്ഷെ രണ്ടിടത്ത് ഏഴ് കതിരുകൾ എന്നാണ് ഉദ്ദേശം. എന്തേ അല്ലാഹു അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ആലോചിക്കാറില്ല അല്ലെ? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവരണം നടത്തുമ്പോൾ അല്ലാഹു തആല ഓ യാ ഖൗമി, എന്റെ സമൂഹമേ എന്ന് ഓരോ പ്രവാചകന്മാരും വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും, ശുഐബ് നബിയും മൂസ നബിയും യാ ഖൗമി അജീബു ദാഇയല്ലാഹ്, അല്ലാഹു ഉത്തരം കൊടുക്കുന്നില്ലേ? എല്ലാ നബിമാരും പറഞ്ഞു യാ ഖൗമി, എന്റെ സമൂഹമേ. സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം ഒരിക്കലും യാ ഖൗമി എന്ന് പറഞ്ഞില്ല. യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഇസ്രായേൽ സന്തതികളെ എന്നാണ് ഈസ നബി വിളിക്കുന്നത്. എന്തല്ല, എന്റെ സമൂഹമേ എന്നല്ല. എന്റെ സമൂഹമേ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും വാപ്പമാർ ഈ കുടുംബത്തിലാണ്. നമ്മളൊക്കെ ഒരു വാപ്പയുടെ മക്കളാണ് എന്നർത്ഥം വരും യാ ഖൗമി എന്ന് പറയുമ്പോ. അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ വിളിച്ചത് യാ ഖൗമി, എന്റെ സമൂഹമേ. ഈസാ നബി ഒരിക്കൽ പോലും യാ ഖൗമി എന്ന് പറഞ്ഞില്ല. പറഞ്ഞതൊക്കെ എന്താണ്? യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ. എന്തേന്നറിയോ? ഈസാ നബിക്ക് വാപ്പയില്ല.
അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു ആൻസിസ്റ്ററിൽ വരുന്ന ആളുകളല്ല. എനിക്ക് വാപ്പയില്ല, നിങ്ങൾക്ക് വാപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ യാ ഖൗമി, എന്റെ ഖൗമ എന്ന് പറയാൻ വയ്യ. എന്റെ വാപ്പ നിങ്ങളിൽപ്പെട്ട ആളല്ല, എനിക്ക് വാപ്പയില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ ജനനം അല്ലാഹു ആ ഒരു വാക്കിന്റെ ഉള്ളിലൂടെ സ്ഥാപിക്കുകയാണ്. യാ ബനി ഇസ്രായീൽ, യാ എന്റെ സമൂഹമേ എന്ന് വിളിക്കൂല. എന്താണിതൊക്കെ? വലിയ അത്ഭുതമാണ്. ഒരുപാട് വളരെ സറ്റിലിറ്റി ഇൻ ലാംഗ്വേജ്. ഖുർആനിന്റെ ആ ഒരു ചോയ്സ് ഓഫ് വേർഡ്സ് വളരെ മനോഹരമാണ്. ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? الرحمن علم القرآن خلق الإنسان علمه البيان. കാരുണ്യവാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്നെ ഇതിന്റെ അത്ഭുതം എന്ന്? കാരുണ്യവാൻ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. അങ്ങനെയാണോ പറയേണ്ടത്? ശരിക്കും നമുക്ക് തോന്നൂലേ? മനുഷ്യനെ പടച്ചു പിന്നെ ഖുർആൻ പഠിപ്പിച്ചു, അങ്ങനെയല്ലേ പറയാൻ? അള്ളാഹു പറഞ്ഞത് എങ്ങനെ? കാരുണ്യവാൻ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ തിങ്ക് ചെയ്യാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു. ഒരു വസ്തു ഉണ്ടാക്കുമ്പോ ആദ്യം തീരുമാനം, ഈ മൈക്ക് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനി എന്താണ്, സ്റ്റുഡിയോ മാസ്റ്ററോ അതിന്റെ പേര്, അഹൂജ കമ്പനിയാണ് അല്ലേ? അവരാദ്യം തീരുമാനിക്കണം എന്തിനാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് മൈക്കാണ് എന്ന് ആദ്യം അവർ എന്ത് ലക്ഷ്യം കണ്ടിട്ടുണ്ടാക്കുന്നു അതിനുള്ളതാണ് അല്ലേ? ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് ഇത് തിരുമ്പാനാണോ അത് ഉണക്കാനാണോ അല്ല കുക്ക് ചെയ്യാനാണോ, അങ്ങനെയാണോ തീരുമാനിക്കുക? ആദ്യം ലക്ഷ്യം കാണണം, പിന്നെ സാധനം ഉണ്ടാക്കുക അല്ലേ? വാഷ് ചെയ്യാനൊരു സാധനം വേണം, എന്നാ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുക, അങ്ങനെയല്ലേ ചെയ്യുക? ആദ്യം എന്ത് വേണം? ലക്ഷ്യം കാണണം. മനുഷ്യനെ പടച്ചതിന്റെ ലക്ഷ്യം തന്നെ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാനാണ്. ഖുർആൻ പഠിപ്പിക്കാൻ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ വചനത്തിന്റെ അത്ഭുതം നോക്കണം. അർ-റഹ്മാൻ, കാരുണ്യവാൻ, കാരുണ്യവാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കലാണ്. നമ്മൾ എത്ര സമയം അതിന് കൊടുക്കാറുണ്ട്? എത്ര നേരം വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഇരിക്കാറുണ്ട്? എത്ര നേരം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മളെ കരയിപ്പിക്കാറുണ്ട്? ഏതെങ്കിലും ആളുകൾക്ക് ഖുർആൻ ഓതുമ്പോഴോ അല്ലാത്ത നേരത്തോ അള്ളാഹുവിനെ ഓർത്ത് കരച്ചിൽ വരുന്നില്ല എങ്കിൽ ആ ഒരു കരച്ചിൽ വരാതിരിക്കുന്നത് മിൻ ഖസ്വത്തിൽ ഖൽബി, ഹൃദയം കഠിനമായതുകൊണ്ടാണത്രേ. ഹൃദയം കഠിനമാണ്, അതിന്റെ ഉള്ളിൽ ഈമാൻ കുറവാണ്. അത്തരക്കാർക്ക് കരയാൻ കഴിയില്ല. അല്ലാത്തൊരു പെട്ടെന്ന് കരഞ്ഞു പോകും, പൊട്ടിക്കരഞ്ഞു പോകും. ആ കരച്ചിൽ നല്ലതാണ്. ആ കരച്ചിൽ ഒരു നല്ല അടയാളമാണ്. ഖത്റത്താൻ, 2 തുള്ളികൾ വീഴുമ്പോൾ അവർക്ക് നരകം വരുന്നില്ല. ഖത്റത്തു ദമിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വീഴുന്ന ചോരയാണൊന്ന്. മറ്റൊന്ന് ഖത്റത്തു ദംഅത്തിൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചിട്ട് കരയുന്ന കണ്ണുനീര്. സീരിയല് അവസാനിക്കുമ്പോ കരച്ചിൽ വരുന്നുണ്ട്, റബ്ബിനെ അടുത്ത ആഴ്ച കാണാൻ പറ്റൂല്ലേ, ബാക്കി എന്താവും? സിനിമ അവസാനിക്കുമ്പോ പാവം കേട്ടോ, ഇപ്പത്തേരും മരിച്ചു, അല്ലെ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു. അള്ളാഹുവിനോർത്ത് കരയുന്നുണ്ടോ നമ്മൾ? കരയുന്നില്ലേ? നമ്മുടെ ഹൃദയം കഠിനമാണ്. അതുകൊണ്ട് ഓർക്കുക, വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാണ്, അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് നാളെ പ്രതികൂലമാണ്. രണ്ടാലെന്ന് ഖുർആൻ ഉറപ്പാണ്. ഖുർആനാണ് മശ്ഹദിൽ വരും. പടച്ചവനെ, ഈ മനുഷ്യൻ രാവും പകലും എന്നെടുത്ത് ഓതിയ ആളാണ്, അതുകൊണ്ട് നരകത്തിൽ കൊണ്ടുപോകല്ലേ. സൂറത്തുൽ ബഖറയും ആല ഇംറാനും വന്നവരെ അത് സ്ഥിരമായി ഓതുന്നവരെ നരകത്തിൽ തടഞ്ഞു നിർത്തും എന്നവരെ ഹദീസിൽ കാണാൻ കഴിയും. ഖുർആൻ സാക്ഷിയാണ്. ഒന്നുകിൽ നിനക്ക് അനുകൂലം, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ മധുരിമ അറിയാതെ പോകല്ലേ. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്ത. 2, 3 അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം വേണമെന്നാണ്. നമ്മൾക്ക് സുഹൃത്തുക്കളുണ്ടാവും, കയ്യിൽ പൈസ ഉണ്ടാവുമ്പോ അല്ലെ, ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും. പ്രത്യേകിച്ച് ഗൾഫാരൊക്കെ വന്നാൽ ആദ്യത്തെ 2-3 ആഴ്ച ഒരുപാട് സുഹൃത്തുക്കൾ ചുറ്റുപറ്റിണ്ടാവും.
പിന്നെ ഒരക്കണ പോവും. ഇവന് 4 മാസമൊക്കെ നിൽക്കാൻ വന്ന ആളാണെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കുട്ടി അടുത്ത് കല്ലൂല. എന്തേ പിന്നെ ഇവൻ കടം ചോദിക്കും അവരോടെ. അപ്പൊ പിന്നെ പോകാൻ അടുത്തടുത്ത് തുടങ്ങിയ ഫോൺ വരെ എടുക്കൂല. വായ്പ തരണ്ടോന്ന കാര്യം ചോദിക്കുക. അപ്പൊ പൈസ ഉണ്ടാകുമ്പോ അവിടെ ആളുണ്ടാവും. അതല്ല വിഷയം. ഒരാളുടെ ദീൻ ഉദ്ദേശിച്ച് നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതാണ്. നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്? ഈമാനിന്റെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം വേറൊന്നുമല്ല, ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ദീനിനോട് ഹബ്ബുള്ള ഒരാളാണ്, അയാളോട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരു കൂടിയിരിക്കുന്ന ആളുകളാണ് അൽ-ഉഖുവ്വത്തു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം കൂടിയിരിക്കുന്ന ആളുകളെ, അവരെ സ്വന്തം കൂട്ടുകാരെ വന്ന് കാണുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പറയുമത്രേ, നീ നല്ലവനായി. അല്ലെങ്കിൽ ഒരു പെണ്ണ് തന്റെ സഹോദരിയെ കണ്ടുമുട്ടുന്നു, ചെന്ന് കാണുന്നു, ഒന്നുമില്ല, അവൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നില്ല, ഹിജാബ് ധരിക്കുന്ന നല്ല പെണ്ണാണ്, അവളോടൊരു ഇഷ്ടം. നാട്ടുകാരും ചെയ്യുന്നില്ല, ഒരു പെണ്ണത് ചെയ്യുന്നുണ്ട്. അത്ഭുതമാണ്. കോളേജിൽ എല്ലാവരും ഉപയോഗിച്ചിട്ട് നടക്കുന്ന ടീമാണ്. അതിന്റെ ഇടക്ക് ഹിജാബും നിഖാബും ധരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അവളോടൊരു ഇഷ്ടം. ഇവൾ അങ്ങനെ നടന്നിട്ടല്ല, എന്നാലും അവളോടൊരു ഇഷ്ടം, ഒരു സന്തോഷം. എടീ, നിനക്കിത്ര ധൈര്യം ഉണ്ടല്ലോ, നീ ഇന്നത് നട്ടലോട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കിഷ്ടായി. അത് പറയാം. ആ ഒറ്റക്ക് നടക്കുന്ന പെണ്ണ് നടത്തുന്നത് ഒരു ധർമ്മ സമരമാണത്. ക്യാമ്പസുകളിൽ എല്ലാവരും കള്ളുകൂടിയന്മാരാ. അതിന്റെ ഇടക്ക് നന്മയിലേക്ക് വിളിക്കുന്ന ഒരു നല്ലൊരുത്തനുണ്ട്, അവനോടൊരു സ്നേഹം. ഇവൻ കള്ളുകൂടിയൻ, എന്നാലും അവനോടൊരു സ്നേഹം തോന്നുന്നുണ്ട്, ഇവൻ നന്മ ചെയ്യുന്ന ആളാണല്ലോ. ആ സ്നേഹം ഒരുപക്ഷെ രക്ഷപ്പെടുത്തിയേക്കും. സ്നേഹം രക്ഷപ്പെടുത്തിയേക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മദ്യപാനത്തിന് ശിക്ഷ വരിക്കാൻ വന്ന ഒരാൾ മദ്യപിച്ചതിന് ശിക്ഷ കൊടുത്ത് അടി കൊടുത്ത് വിടാൻ ഒരുക്കി കൊണ്ടുവന്നു. നബി തങ്ങളുടെ അടി വാങ്ങിച്ചു പോയി. മദ്യപാനം കോടതിക്ക് മുമ്പിലെത്തിയ ശിക്ഷ ഉണ്ട്. ഒരാൾ കള്ളുടിച്ചു, അവനും അവന്റെ പടച്ചവനുമായി, അവർ തമ്മിൽ, അള്ളാഹുവും അവനും തമ്മിലുള്ള തെറ്റുകളാണ്. പശ്ചാത്തപിച്ചു മടങ്ങാം, തൗബ ചെയ്ത് മടങ്ങാം. പക്ഷെ ആ തെറ്റ് കോടതിയുടെ മുമ്പിലെത്തിയാൽ ഇസ്ലാമിക ഖാദി അതിന് ശിക്ഷ നടപ്പാക്കും. വ്യഭിചരിച്ചതൊക്കെ വിളിച്ചു പറയണമെന്നില്ലല്ലോ. അവരും പടച്ചവരും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ മതി. വ്യഭിചരിച്ചാൽ പിന്നെ എറിഞ്ഞു കൊല്ലണം തന്നെ, അങ്ങനെയല്ല. അത് കോടതിക്ക് മുമ്പിൽ എത്തിയാലുള്ള നിയമമാണ്. കോടതിക്ക് മുമ്പിൽ എത്തിയാൽ ഈ ശിക്ഷ നടപ്പാക്കും. ഒരാളും പടച്ചവനും തമ്മിൽ തൗബ ചെയ്തു മടങ്ങി അള്ളാഹു പുറത്തു കൊടുക്കാം. 3 തവണ ഈ ചെറുപ്പക്കാരനെ മദ്യപിച്ച് നബിയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ചില ആളുകൾ 3ാമത്തെ തവണ നബിന്റെ അടുത്ത് നിന്ന് ശിക്ഷ വാങ്ങിച്ചു പോവാൻ. അപ്പൊ 1-2 ആളുകൾ പറഞ്ഞു, അള്ളാഹു ശപിക്കട്ടെ ഇയാളെ, എത്ര തവണയാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എത്ര തവണയാ അടി വഹിച്ചു പോകുന്നത്, ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞത് നബി തങ്ങൾ കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ ഗുരു, ലോകത്തിന് നന്മ പറഞ്ഞു കൊടുക്കാൻ വന്ന ഗുരു, ആരെയും സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്ന ഗുരു, അവിടെ തിരുത്തി കൊടുത്തു നബി തങ്ങൾ. ഈ ചെറുപ്പക്കാരനെ ശാപം കൊണ്ട് പ്രാർത്ഥിച്ചു പോകില്ല നിങ്ങളാരും, അവൻ ശപിക്കപ്പെടട്ടെ എന്ന് പറയല്ലേ. ഇവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. നോക്കണം, നബി തങ്ങൾ പറഞ്ഞ വാക്ക് സ്വഹീഹായ ഹദീസാണിത്. അവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹമാണ്. ആളുകളുടെ കൂടിയാനാണ്, പക്ഷെ നല്ലവരോട് സ്നേഹം ഉണ്ടാകും. ശപിക്കല്ലിൻ നബി തങ്ങൾ പറയാ, ഇവർ അള്ളാഹിനോട് സ്നേഹമുള്ള ആളാണ്, അള്ളാഹിന്റെ റസൂലായ എന്നോട് സ്നേഹമുള്ള ആളാണ്. ആള് തെറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ പിന്നീട് ഹിദായത്തിന്റെ അകത്ത് കടക്കാൻ അവസരം അള്ളാഹു ഈ സ്നേഹം കൊണ്ട് കൊടുത്തേക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഒരു സ്നേഹബന്ധം, ആ സ്നേഹബന്ധത്തിന്റെ മധുരിമയും മാധുര്യവും സൗഭാഗ്യവും ഒരിക്കലും നഷ്ടപ്പെടല്ലേ. കുറച്ച് നല്ല സുഹൃത്തുക്കളെ വേണമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് എന്നവർ പറയുമായിരുന്നു, ലഅൻ യുത്ഇമ അസ്ഹാബി അഹബ്ബു ഇലയ്യ മിൻ അൻ യുത്ഇമ 60 മിസ്കീനൻ. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഭക്ഷണം കൊടുക്കലാണ്. മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കൂടിയുണ്ട്, സുഹൃത്തുക്കൾ മിസ്കീന്മാരൊന്നുമില്ല, അവര് സുഹൃത്തുക്കളാണ്.
ആ സൗഹൃദ ബന്ധം ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ ഇടയ്ക്കൊരു ഭക്ഷണം ഒക്കെ ഓഫർ ചെയ്യുക. എപ്പോഴും കഴിക്കാൻ വേണ്ടി മാത്രം പോണ്ട, ഇടയ്ക്ക് കൊടുക്കും ചെയ്യാലോ. അതിനൊരു വല്ലാത്ത രസമുണ്ട്. സുഹൃത്തുക്കള് ഒരേ സ്വഭാവമുള്ളവരെ ഒരുമിച്ച് നടക്കുള്ളൂ എന്നാ, അങ്ങനൊരു സംഭവമുണ്ട്. അല്ലാത്തവര് വേറെ പോകും. കുറച്ചു കഴിഞ്ഞാലെങ്കിലും ആ ഫ്രണ്ട് ഡ്രോപ്പ് ഔട്ടായി പോകും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു മദിനിൽ ഒരു കാക്കയും ഒരു പ്രാവും വരുന്നൊരു കഥയുണ്ട്, ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ കാക്കയും പ്രാവും ഒരിക്കൽ, സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്ത അത്ഭുതമാണല്ലോ. കാക്കയും ഇരിക്കാറുണ്ട്, അല്ലെ പ്രാവും. ഇത് എങ്ങനെ ഇപ്പൊ ഇത് സംഭവിച്ചത്? കാക്കയും പ്രാവും എങ്ങനെ? പിന്നെ മഹാന്മാര് ചിന്തിക്കുമല്ലോ എന്ത് കാണുമ്പോഴും. അവരിങ്ങനെ നോക്കിയിരുന്നിട്ടോ കുറെ നേരം കഴിഞ്ഞ് ഈ കാക്കയും പ്രാവും പറക്കാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങിയപ്പോഴാ രണ്ടാൾക്കും ഒരു കാലേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, മിൻഹാഹുന ജ്തമഅ, ഇങ്ങനൊരു കോമൺ ഫാക്ടർ രണ്ടാളും തമ്മിലുണ്ട്. രണ്ടാൾക്ക് ഇവരൊക്കെ ഒരു യൂണിയൻകാരാ, ഒരു കാലല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മളിലുള്ള ഒരു നന്മയാണ് ആ സുഹൃത്തിലുള്ള നന്മ. അല്ലെങ്കിൽ നമ്മൾ മോശക്കാരനാണെങ്കിൽ ആ സുഹൃത്തിൽ ഇതേ മോശത്തരം ഉണ്ടാവുന്നു. അപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാവുള്ളൂ. അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത്, അൽമർഉ അലാ ദീനി ഖലീലിഹി, നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം അവനവന്റെ കൂട്ടുകാരെ നോക്കിയിട്ടാണ്. ഒരാൾ കേടുവരാൻ മോശപ്പെട്ട എത്ര നല്ല മക്കളുണ്ട് വീട്ടിൽ നിന്ന്, നല്ല അച്ചടക്കത്തെ തർബിയത്ത് ചെയ്ത മക്കള് സ്കൂളിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ അടുത്ത് പോയിരുന്നു. അവനാണെങ്കിലോ വായിലൂടെ വരുന്ന വർത്താനം അവനും പഠിച്ചവനെന്നെ അറിയുള്ളൂ. വീട്ടുകാര് തീരെ നോക്കാത്ത മക്കളുണ്ടാവും. കുട്ടികളല്ലേ പറഞ്ഞോട്ടെ എന്ന് പറയും. ഈ ദുഷിച്ച വാക്കൊക്കെ നമ്മുടെ മോൻ വന്ന് പഠിച്ച് വീട്ടിൽ വന്നിട്ട് പറയാണ്, എന്തൊരു ഇടങ്ങേറാണ് അതൊക്കെ, എന്തൊരു വിഷമമാണ്, എന്തൊരു സങ്കടമാണ്. എത്ര ഫീസ് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടാ? സ്വന്തം അടുത്തിരിക്കുന്ന കുട്ടി നല്ല കുട്ടിയാണ്, നമുക്ക് അറിയില്ലല്ലോ. അതിന് അള്ളാഹിനോട് തോരുന്നോടി, നല്ല കുട്ടികളെ സൗഹൃദം നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾ നല്ലവരെങ്കിൽ ഒരു മോശപ്പെട്ട ആളെ നമ്മുടെ മക്കളൊപ്പം കൂടി നന്നാവണം. അങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാക്കണം മറ്റുള്ളവരെ. നമ്മുടെ മക്കൾ പോയി കേടുവരുത്തരുത്, അവര് കേടുവരികയും വരുത്. അതിന് അള്ളാഹുവിനോട് ദുആയിരക്കാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമീൻ. പരലോകത്ത് വരുമ്പോ ചില ആളുകൾക്ക് അല്ലാഹു തആല മനാബിറു മിൻ നൂർ, പ്രകാശത്തിന്റെ ചെയർ കൊടുക്കുന്നതാണ്, പ്രകാശത്തിന്റെ കസേര. മനാബിറു മിൻ നൂർ, പ്രകാശത്തിന്റെ കിരീടം കൊടുക്കും, പ്രകാശത്തിന്റെ വസ്ത്രം. അവരൊക്കെ നിരത്തി നിർത്തുമ്പോ പ്രവാചകന്മാരും ശുഹദാക്കൾ പോലും കൊതിച്ചു പോകും. അത്ര പടച്ചവനെ, നിങ്ങൾ അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്നവർ കൊതിച്ചു പോകും. സ്വഹാബികൾ ചോദിച്ചു, നബിയെ മൻഹും, ആരാ നബി ഇതൊക്കെ? അവര് ശുഹദാക്കളല്ല, പ്രവാചകന്മാരുമല്ല, എന്നാൽ നല്ല പ്രകാശത്തിന്റെ കസേര, നല്ല പ്രകാശത്തിന്റെ, എന്താണ് ആഖിറത്തിന്റെ സ്വർഗലോകത്തിന്റെ പ്രകാശം നോക്കി അതിന്റെ കിരീടങ്ങളൊക്കെ നിന്നിട്ട് അള്ളാഹു അവരങ്ങോട്ട് അലങ്കരിച്ചിരിക്കും. ഒരുപാട് ആളുകൾ. ഇവർ അമ്പിയാക്കന്മാരല്ല, ശുഹദാക്കളല്ല. അമ്പിയാക്കന്മാരും പ്രവാചകന്മാര് പോലും ശുഹദാക്കൾ പോലും ഞങ്ങൾ ഇവരെ പോലെ ആയെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നവരാണ്. ആരാണ് നബി? അവര് അൽ മുതഹാബ്ബൂന ഫില്ലാഹ് വൽ മുതജാലിസൂന ഫില്ലാഹ് വൽ മുതസാദിറൂന ഫില്ലാഹ്. ഇവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഒരുമിച്ച് നടന്നവരാണ്. അവർ അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് ഇരുന്നവരാണ്. ആ ഇരുത്തത്തിൽ നമ്മൾ ഇരിക്കുന്നത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അങ്ങനെയല്ലേ? നരകത്തിലൊക്കെ ഇടപെടുന്ന അല്ലാഹു തആല ശിക്ഷ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്കും നരകശിക്ഷ ഉണ്ടാവും. പിന്നെ അവരെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഈമാൻ. ആ അല്പമെങ്കിലും കൽബിലുള്ള മിസ്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിനൽ ഈമാൻ കൽബിലുണ്ടോ, നരകശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷമെങ്കിലും അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് മോചനം കൊടുക്കുമെന്നാണ്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. അങ്ങനെയാണ്. ഈമാൻ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ മരിച്ചു, ചെയ്ത തെറ്റിന് അല്ലാഹു ശിക്ഷ കൊടുത്തേക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് രക്ഷപ്പെടുന്നതാണ്, സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ്.
അള്ളാഹു ഒരു നിമിഷം പോലും നരകം തൊടാതെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നിമിതങ്ങൾ അൽഹംദുലില്ലാഹ് യൂസുഫ് കെ എന്താണ് കല്ലുവളപ്പിൽ 5000 രൂപ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ കുട്ടികൾ ഇതിന്റെ ഫോം കൊണ്ടുവരുന്നുണ്ട്, അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. നാളെ വേദമുണ്ടോ? ലാസ്റ്റാണ്. പഠിച്ചവനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യാ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ സൗകര്യം പോലെ തന്നാൽ മതി. അത് അവിടുത്തെ കൂപ്പൺ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാ, പറ്റുന്നവര് നല്ലൊരു സദഖ നിങ്ങൾ ഇവിടുന്ന് നിയത്ത് ചെയ്തു പോയിക്കോളി. മഹാനായ ഷെയ്ഖുന നമ്മുടെ ചെറുവാളൂർ ഉസ്താദ് അവറുകൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഉസ്താദിന്റെ ദുആ ഉണ്ടായിരിക്കും. ദിക്ർ മജ്ലിസുണ്ട്, ദുആന്റെ മജ്ലിസുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാവൂ. അതുകൊണ്ട് ആ ഒരു സ്ലിപ്പ് ആരും കൈപ്പറ്റാൻ മറന്നു പോകണ്ട. പറ്റുന്ന സംഖ്യ നമ്മൾ ഒരു കൊല്ലം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒക്കെ ഇവിടെ എത്തിച്ചു കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമ്മളെവിടെയാ പറഞ്ഞു വെച്ചത്? ആർക്കെ ഓർമ്മ ഉണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സമയം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോ അല്ലാഹു തആല പറയുമത്രേ, നിങ്ങൾക്കറിയുന്ന സുഹൃത്തുക്കളൊക്കെ രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്നു. നിങ്ങളൊക്കെ രക്ഷപ്പെടുത്തിക്കോളൂ. ആ കൂട്ടത്തിൽ പറയും, വലൗ ജലസ മഅകും സാഅതൻ ഫീ മജ്ലിസ് ഇൽമിൻ, ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങളോടൊപ്പം 1 മണിക്കൂറെങ്കിലും ഇരുന്ന ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്തോളൂ, മോചിപ്പിച്ചോളൂ എന്ന് പറയുന്ന. അപ്പൊ ഇങ്ങനെ പാലപ്പള്ളിയില് ആ തണുപ്പത്ത് കുട്ടികളൊക്കെ ഇട്ട് പോയിരുന്ന് കുറെ ഉമ്മമാര് കുട്ടികളെ കരച്ചിലും വിഷമങ്ങളും ഒക്കെ മഞ്ഞുകൊള്ളലോ എന്തൊക്കെ ഉണ്ടോ, അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. സ്വന്തം അടുത്തിരുന്ന ആൾ ആരാണ് എന്ന് അറിയില്ലെങ്കിൽ നാളെ ഈ ഭാഗ്യം കിട്ടൂല. അള്ളാഹു ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താൻ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു തആല തീരുമാനിച്ചു നമുക്ക് ശിക്ഷയുണ്ടായി നരകത്തിലേക്ക് പോയാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞതിൽ അത് അനുഭവിക്കാൻ പറ്റുന്നവരിൽ ഒരു വിഭാഗം ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ചിരുന്ന ആളുകളാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു എക്സർസൈസിലേക്ക് കടക്കുകയാണ്. ഒന്നുമില്ല, അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളോടൊന്ന് സലാം പറഞ്ഞിട്ടേ നാടും സ്ഥലമൊക്കെ ഒന്ന് ചോദിച്ചു വെച്ചേക്ക്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും എന്ന് പറയാം, വലൈക്കും അസ്സലാം എന്ന് പറയാം. നിങ്ങൾ എവിടെ സ്ഥലം? അത്ര തന്നെ. വേറെ എന്റെ അപ്പുറത്തൊക്കെ വേറെ ഒന്നും വേണം, ഒന്ന് പരിചയപ്പെട്ടോളൂ. ഇതൊക്കെ വലിയ കാര്യം. പിന്നെ എത്തുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും അറിയുന്നവര് ബാക്കിയുള്ളവർ ആരറിയാത്തവരുണ്ടോ ഒന്ന് കൈപിടിച്ച് സലാം പറയാം. പറഞ്ഞോളൂ, കാര്യത്തിൽ തന്നെയാണ്. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ പറഞ്ഞോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. പെണ്ണുങ്ങളെ ഭാഗത്ത്, ആണുങ്ങളെ ഭാഗത്ത്. ഇനി മറക്കണ്ട പേരൊന്നും, എവിടുന്ന് വന്നതാണ്, എവിടെയാണ്, ഒന്നുമില്ല. ആഖിറത്തിൽ ഉപകാരപ്പെട്ടേക്കും. വളാഞ്ചേരി നിന്നൊക്കെ നമ്മളെ സലാമിക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ചാവക്കാട്ടെന്ന് അടുത്തുനിന്ന് പാടൂരിന്ന് വന്നിട്ടുണ്ട് നമ്മളെ ബഷീർക്ക. സലാമൊക്കെ സ്വീഡനിലാണ്. അവിടുന്ന് നാട്ടിലെത്തിയതാ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ദൂരം മലപ്പുറം ജില്ലയിൽ നിന്നാണ് പോയി വരുന്നത്. അൽഹംദുലില്ലാഹ്. പെരുമ്പാവൂരിന്നും ആലുവയിന്നും എറണാകുളത്തു നിന്നൊക്കെ വന്നവര് ഈ സദസ്സിൽ ഉസ്താദിന്റെ പരിചയക്കാരും ഉസ്താദിന്റെ മുഹബ്ബീങ്ങളുമായ ആളുകൾ ഒക്കെ വേറെയും വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കി തരട്ടെ. ആമീൻ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? അത് ഇടക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ചെയ്യിക്കാറുണ്ട്. ഒന്നുമില്ല, ഒന്ന് പരിചയപ്പെട്ടു വെക്കുക, അപ്പൊ നല്ലതാണ്. ഇത് ഓർമ്മ ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ മറന്നാലും ആഖിറത്തിൽ ഓർമ്മ വരുന്നതാണ്. പഠിച്ചവനെ അന്ന് ആ മജ്ലിസിൽ ഒപ്പിരുന്ന ആളാണല്ലോ, പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോ വളരെ നാണത്തോടുകൂടെ പരിചയപ്പെട്ടു. പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞില്ലേ എല്ലാരും? മതി മതി, നിങ്ങൾക്ക് അതൊന്നും പറയാൻ നിൽക്കല്ലേ പെണ്ണുങ്ങള്, അവർക്ക് കുറെ കഥ പറയണ്ടാവും. എന്നൊന്നും സമയമല്ല. പേരും നാടും പരിചയപ്പെട്ടു വെക്കുക. ഇൻ കേസ് നാളെ ഉപകാരപ്പെട്ടേക്കുന്ന. അതിനുവേണ്ടി നിങ്ങൾ സുഹൃത്തുക്കളെ കണ്ടെത്തണം എന്നാ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു. അതിനുവേണ്ടി സുഹൃത്തുക്കളെ വേണം. നാളെ അങ്ങനത്തെ ഭാഗ്യം കിട്ടുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വലൗലാ സലാസ് മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ. 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിൽക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന് മുജാലസത്തു ഇഖ്വത്തിൻ യൻതഖൂന അതായിബൽ കലാമി കമാ യൻതഖൂന അതായിബത് തംർ.
കാരക്കയിൽ നിന്ന് മുന്തിയത് എടുത്തു തരാൻ സുഹൃത്തുക്കൾ സഹായിക്കുന്ന പോലെ ഏറ്റവും നല്ല വാക്കുകൾ പറയുന്ന, നല്ല കാര്യം പറഞ്ഞു തരുന്ന കുറെ സുഹൃത്തുക്കൾ, അവരുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അത് ദുനിയാവിനല്ലേ കിട്ടുള്ളൂ. മറ്റൊന്ന് ളമഉൽ ഹവാജിർ, പകല് നോമ്പ് നോറ്റ് ദാഹിച്ചു നടക്കുന്നൊരു സുഖേ, അത് മരിച്ചാൽ കഴിയില്ലല്ലോ നോമ്പ് വിൽക്കാൻ. പിന്നെ രാത്രിയിലെ നിസ്കാരം, തണുപ്പുള്ള രാത്രിക്കൊന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു രസം, പിന്നെ കുറെ നല്ല സുഹൃത്തുക്കൾ. ഇത് മൂന്നും ഇല്ലെങ്കിൽ ഈ ലോകം എനിക്ക് വേണ്ട, ഞാൻ പോവുമായിരുന്നു, എനിക്ക് പിന്നെ മരിക്കാനാണ് നല്ലത് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ദുനിയാവിൽ ജീവിക്കാൻ തന്നെ കാരണം പറഞ്ഞതിൽ മുജാലസത്തു ഇഖ്വ, കുറെ നല്ല കൂട്ടുകാരെ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹത്തിന്റെ ഉഖുവത്തിന്റെ വില മനസ്സിലാക്കുകയും ആ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയില്ല. കുറച്ച് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാകണം. അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാലാമത്തേത് ലദ്ദത്തുൽ അഖ്ലിൽ ഹലാൽ, ഹലാലായത്, ത്വയ്യിബായത്, അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ലത് ഭക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നത് അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയാലും ഹറാമിന്റെ ജോലി, പലിശയുമായി ബന്ധപ്പെട്ട ജോലിയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നുണ പറയേണ്ട ജോലിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചന ചെയ്യേണ്ട ജോലിയാണ്. അങ്ങനെയൊക്കെ വരുന്നത് ഒരു ദൗർഭാഗ്യമാണ്. കുറെ ആളുകൾക്കുള്ളൊരു വലിയ ദൗർഭാഗ്യം അതാണ്. ഹലാലായ ജോലി. നമ്മുടെ ഗൾഫിലൊക്കെയുള്ള എത്രയോ പ്രവാസി സുഹൃത്തുക്കള് പല ജോലികളിലും ചെന്നപ്പെടുന്നു പറയും, ദ്വാരക്കാൻ വേണ്ടി അപേക്ഷകൾ വരുന്ന കൂട്ടത്തിൽ കാണാൻ കഴിയും, ഹലാലായ ഒരു ജോലിയിലേക്കൊരു മാറ്റം വേണമെന്ന്. അതൊക്കെ ഒരു സൗഭാഗ്യം തന്നെയാണ്. ഹലാൽ. യാ അയ്യുഹർ റസൂലു ഖുലൂ മിനത്ത്-ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാൻ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അല്ലാഹ്, ഇന്നർ റജുല ലയഹറമു الرزق എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. ഇന്നർ റജുല ലയഹറ, ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നത്, ചില ആളുകൾക്ക് കച്ചവടം നഷ്ടമാകുന്നത്, ചില ആളുകൾക്ക് വരുമാനം കുറഞ്ഞു പോകുന്നത്, ഇതൊക്കെ എന്തെന്നില്ലാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നത് അവർ ചെയ്യുന്ന തെറ്റുകളെ കൊണ്ടാണ് അല്ലാഹു റിസ്ഖ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് റിസ്ക് കിട്ടാതിരിക്കുന്നത് അവർ ചെയ്യുന്ന തെറ്റുകളെ കൊണ്ടാണത്രേ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലായത് ഭക്ഷിക്കാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തോളൂ. മുത്തായ നബി തങ്ങൾ പറയുമായിരുന്നു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഹലാലും ത്വയ്യിബും, ഹലാലായ ഭക്ഷണം അത് ഹെൽത്തി ആവണമെന്നാണ്. ഇതിനാണ് അല്ലാഹു തആല ഹലാലാവണമെന്ന് പറഞ്ഞു, ത്വയ്യിബാവണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നല്ല ഭക്ഷണം, കേടന്ന് കഴിക്കണ്ട, ആരോഗ്യം കിട്ടുന്നത്, ആരോഗ്യം നശിപ്പിക്കുന്നത് കഴിക്കണ്ട. ഹലാല് മാത്രം നോക്കിയാൽ പോരാ, അതെന്ത് ചെയ്യണം, നല്ലതാവണം. എന്നിട്ട് പറഞ്ഞു നബിതങ്ങൾ, ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുഅ്മിനീങ്ങളോട് എന്താണോ, മുർസലീങ്ങളോട്, അംബിയായിനോട് എന്താണോ പറഞ്ഞത്, അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും അല്ലാഹു പറയുന്നത്. യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത്ത്-ത്വയ്യിബാത്ത്, നിങ്ങൾ ത്വയ്യിബാത്ത് ഭക്ഷിക്കണമേ, ഹലാലും പൊരുത്തവും നല്ലതുമായത്. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മം ചെയ്യണമേ. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശരിക്കും അറിയുന്നവനാണ്. അപ്പോ നല്ല ഭക്ഷണം കഴിച്ചാലേ സൽക്കർമ്മം ചെയ്യാൻ കഴിയൂ എന്നൊരു സൂചനയിലുണ്ടെന്നാണ്. കുലൂ മിനത്ത്-ത്വയ്യിബാത്തി, നിങ്ങൾ ആദ്യം ഹലാലും ത്വയ്യിബും ഭക്ഷിക്കുക. വഅമലൂ സ്വാലിഹാ, സ്വാലിഹി കർമ്മം, നല്ല കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോ ഭക്ഷണം നന്നായില്ലെങ്കിലേ മക്കളിൽ നിന്ന് നന്മ കിട്ടൂല എന്നാണ്. അപ്പോൾ ജോലി തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോളൂ. എല്ലാ ജോലിയും നമുക്ക് എടുക്കാൻ പറ്റൂല, ഹലാലായ സമ്പാദ്യമേ നമുക്ക് പറ്റുള്ളൂ. അതാണ് ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ. إذا رأيت الله يعطي العبد
من الدنيا وهو مقيم على معاصيه. അവർ സംശയങ്ങളും ഒരുപാട് തെറ്റ് ചെയ്യുന്നവര്, വഞ്ചിക്കുന്നവര്, കള്ളക്കച്ചവടം ചെയ്യുന്നവര് ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഒരുപാട് മുതലുണ്ടല്ലോ, അവർക്ക് വലിയ മുതലാളിമാരല്ലേ, അവർക്ക് നിസ്കാരമില്ല, അള്ളാഹുവിനോടുള്ള ഭയപ്പാടില്ല, നന്മ ചെയ്യാറില്ല. അങ്ങനെ വരുന്നത് എന്തേന്ന് സംശയം വരുന്നവര് മുത്തുനബിയുടെ ഹദീസിനെ കേൾക്കണേ. ഇദാ റഅയ്ത അല്ലാഹ അസ്സ വജല്ല യുഅ്തി അബ്ദ മിന ദുനിയ വഹുവ മുഖീമുൻ അലാ മആസിഹി. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ, തിന്മ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹു തആല മനുഷ്യന് ഒരുപാട് ദുനിയാവ് കൊടുക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ, സമ്പാദ്യം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ആള് തിന്മയിലാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അള്ളാഹു കൊടുക്കുന്നുവെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയണേ, അത് അല്ലാഹു തആല ഇസ്തിദ്റാജ് ചെയ്യുകയാണ്, അവനെ പരീക്ഷിക്കുകയാണ്. ചൂണ്ടൽ പ്രയോഗം എന്നാണ് പറയാ. ഒരു മത്സ്യം പിടിക്കാൻ ഇരയിട്ട് കൊടുക്കുന്ന പോലെ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന ഇരയാണത്. പിന്നെ കുറച്ച് വലിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആയത്തോടി അള്ളാഹുവിനെ മറന്നുപോയപ്പോഴാണ് എല്ലാ സുഖങ്ങളുടെയും വാതിൽ അള്ളാഹു തുറന്നു കൊടുത്തത്. അള്ളാഹു തുറന്നു വെച്ചുകൊടുത്ത സുഖങ്ങളിൽ അവർ മതോന്മത്തരായി ജീവിച്ചപ്പോൾ അള്ളാഹുവിനെ പെട്ടെന്ന് പിടിച്ചു. ആ പിടുത്തത്തിൽ നിന്ന് പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സുഖലോലിതന്മാരായി ജീവിച്ചു. അള്ളാഹു തആല അവരെ പിടിച്ചു. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ഇഷ്ടമല്ല, പിന്നെ പരീക്ഷണമായി കൊടുക്കുന്നതാണ് ഈ സമ്പത്തെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഹലാലിന്റെ സൗഭാഗ്യത്തിന് അള്ളാഹുവിനോട് ചോദിച്ചോളൂ, നഷ്ടപ്പെടാതിരിക്കാൻ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും, ജോലി ഇല്ലാത്തവർക്ക് വിശേഷിച്ചും ഹലാലായ ഒരു മഈശത്തും റിസ്ഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരിമാരിൽ ഭർത്താക്കന്മാർ ജോലിയില്ലാതെ, കച്ചവടമില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു ഖൈറായ മഈശത്ത് കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കളിൽ, കൂട്ടുകാരിൽ ജോലിയും വിഷമത്തിന് ജോലിയില്ലാതൊക്കെ ആണെങ്കിൽ അള്ളാഹു ഈ പുണ്യമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്കൊക്കെ ഖൈറായ മഈശത്ത് ഈ നിമിഷം അള്ളാഹു അവർക്ക് എഴുതി കണക്കാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു വിഭാഗം അനുഭവിക്കേണ്ട മറ്റൊരാനന്ദം അള്ളാഹുവിന്റെ ദിക്റിന്റെ ആനന്ദമാണ്. ദിക്റിന്റെ ആനന്ദം അതൊരു സ്വലാത്ത് മജ്ലിസുള്ള അന്നേക്ക് മാത്രം, മജ്ലിസുന്നൂരിലേക്ക് മാത്രം നീട്ടിവെക്കരുത്. എപ്പോഴും ചൊല്ലുക. നാവ് റത്ബുൻ ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണയിൽ നാവ് ഇങ്ങനെ നനയണമെന്നാണ്. എപ്പോഴും അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, നാവ് നനഞ്ഞിരിക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ മുഹാജിറുകളിൽ മിസ്കീന്മാരായ പാവപ്പെട്ട ആളുകൾ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പരാതി പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, നബിയേ, ذهب أهل الدثور بالأجور ذهب أهل الدثور بالدرجات العلى والنعيم المقيم. നബിയേ, ഞങ്ങൾ മക്കയിലെല്ലാം ഉപേക്ഷിച്ചു പോന്നവരാണ്. മുഹാജിറുകൾ അങ്ങനെയാണ്, എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് മദീനത്തേക്ക് വന്നു. മദീനക്കാരൻ സ്വാരികൾ മുതലാളിമാരാണ്, കച്ചവടക്കാർ, നല്ല മുതലാളിമാർ, തോട്ടത്തിന്റെ ഉടമകൾ, നല്ല ബിസിനസ് ഉള്ളവര്. പൊന്നാനി നബിയെ, എല്ലാ സൗഭാഗ്യങ്ങളും മുതലാളിമാര് കൊണ്ടുപോയി നബിയെ. ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കുന്നു നബിയെ. ഞങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്ന പോലെ അവരും സുന്നത്ത് നോമ്പെടുക്കുന്നു, ഫർളെടുക്കുന്ന പോലെ അവരും ഫർളെടുക്കുന്നു. പിന്നെ വ്യത്യാസം എന്താണ്? അവര് മുതലാളിമാരല്ലേ, നിങ്ങൾ പാവപ്പെട്ടവരല്ലേ. വലഹും ഫളലുൻ മിൻ അംവാൽ, ഒരുപാട് സമ്പത്തുണ്ട് നബിയേ. യഹജ്ജൂന വയഅ്തമിറൂൻ, അവർ ഹജ്ജിന് പോകുന്നു നബിയേ, ഉംറക്ക് പോകുന്നു. വയുജാഹിദൂൻ വയതസദ്ദഖൂൻ, അവർ ജിഹാദ് ചെയ്യുന്നു, സദഖ ചെയ്യുന്നു, ദാനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയാണ്, ഞങ്ങൾക്ക് മുതൽ വേണമെന്നല്ലവരെ പറയണത്. രസന്താ, ഞങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അതിനൊന്നും വകുപ്പില്ലല്ലോ, അതുകൊണ്ട് കൂലി അവരല്ലേ കൊണ്ടുപോകുന്നത് നബിയെ, ഞങ്ങൾക്ക് കൂലില്ലല്ലോ. മുതലാളിമാര് കൊണ്ടുപോകല്ലോ കൂലിയൊക്കെ. അപ്പോൾ ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു, അലാ വഅല്ലിമുകും
സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും, നിങ്ങളുടെ മുൻഗാമികൾ ചെയ്ത നന്മകൾ അതോളം എത്താനും നിങ്ങൾക്ക് ശേഷം വരുന്നവരോളം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാനും പറ്റുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. ഇനി നിങ്ങളെപ്പോലെ എത്തണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞിരുന്നത് അവരും ചെയ്യണം, എന്നാലേ നിങ്ങളെപ്പോലെ എത്തുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു നബിയെ, ബലാ യാ റസൂലല്ലാഹ്, മുതലാളിമാരെ മറികടക്കാൻ നന്മയിൽ മറികടക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി തുസബ്ബിഹൂന വതഹ്മിദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33 എല്ലാ ഫർദ് നിസ്കാരം കഴിയുമ്പോഴും 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും ചൊല്ലണമേ. എന്നാ മതി. നിസ്കാരം കഴിഞ്ഞ് മുഹാജിറുകൾ ചൊല്ലാൻ തുടങ്ങി. ഇവരൊന്നും ചൊല്ലുകയാണോ മുതലാളിമാർ? ഇവരെന്തായി ചൊല്ലണത്? അപ്പൊ സുബ്ഹാനല്ലാഹ്, എത്ര വട്ടം ചൊല്ലുന്നുണ്ട്? 33. എവിടുന്ന്? നബി പഠിപ്പിച്ചു. പിന്നെ എന്താ ചൊല്ലിയത്? അൽഹംദുലില്ലാഹ്. എത്ര? 33. പിന്നെ അല്ലാഹു അക്ബർ. ഞങ്ങളും ചൊല്ലുകയാണ്. മുതലാളിമാരിരുന്ന് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ ഇവര് പിന്നെ വന്നു, പൊന്നാര നബിയെ, മുതലാളിമാരെ മറികടക്കാനപ്പൊ ഞങ്ങൾ ചോദിച്ചത്, അവരിപ്പോ ഇതും ചൊല്ലാൻ തുടങ്ങി. എന്നാലിപ്പോ അവരെന്നെയുള്ള മുമ്പിൽ പൊന്നാര നബിയെ എന്ത് ചെയ്യും? ذهب أهل الدثور بالدرجات العلا والنعيم المقيم. എല്ലാ കൂലിയും മുതലാളിമാര് കൊണ്ടുപോയില്ല നബിയെ. നിങ്ങൾ ചൊല്ലുന്ന ദിക്ർ അവരും ചൊല്ലാൻ തുടങ്ങി. സമിഅ ഇഖ്വാനുനാ അഹ്ലുൽ അംവാൽ ബിമാ ഫഅൽനാ ഫഫഅലൂ മിഥ്ലഹ. ഞങ്ങൾ കൂട്ടത്തിലുള്ള അൻസാരികളായ മുതലാളിമാര് ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കുകയും അവരങ്ങനെ ചൊല്ലാൻ തുടങ്ങി നബിയെ. അതുകൊണ്ട് അവരിപ്പോഴും ഞങ്ങളുടെ മുന്നിൽ തന്നെ കടന്നല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ കൊടുത്ത മറുപടി, ذلك فضل الله, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. യുതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അത് കൊടുത്തേക്കും. എല്ലാ മുതലാളിക്കും നന്മ ചെയ്യാൻ സൗഭാഗ്യമുണ്ടോ? ഇല്ലല്ലോ. എല്ലാ മുതലാളിയും ദിക്ർ ചൊല്ലുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ദിക്ർ ചൊല്ലുന്നൊരു മുതലാളിയാണ്. ഖായിമുൻ ബില്ലൈലി താലിൻ കിതാബില്ലാഹി ആനാഅ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. രാവും പകലും വിശുദ്ധ ഖുർആൻ ഓതുകയും രാത്രി നിന്ന് നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന എത്ര മുതലാളിമാരുണ്ട്, എത്ര നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല സമ്പത്തുള്ളവരാണ്. എമ്പാടും സദഖ ചെയ്യുന്നു, ഒരുപാട് ദിക്റും ഏത് മജ്‌ലിസിലും അവരുടെ മുമ്പിലുണ്ടാവും. മാഷാ അല്ലാഹ്, അത് അല്ലാഹു നൽകുന്നൊരു സൗഭാഗ്യമാണ് മുഅ്മിനെ. ഇനി എനിക്ക് നിങ്ങളെ സഹായിക്കാതിൽ പറ്റൂല. ഇത്രയാണ്. ഇതായിരുന്നു അതിന്റെ പരിഹാരം. അത് അവരും ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്കാരത്തിന്റെ പിറകിലൊക്കെ ചൊല്ലുന്ന ഈ ദിക്റിന്റെ മഹത്വം എത്രയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. വലിയ കൂലിയാണ്. നിങ്ങളുടെ മുൻഗാമികളോടൊപ്പം എത്താനും പിൻഗാമികൾ പിടിക്കാനും നിങ്ങൾക്ക് ഈ ദിക്ർ മദീനാണ്. നൂറ് പൂർത്തിയാക്കാൻ ഇവിടങ്ങൾ സഹീഹ് മുസ്ലിമിൽ വന്ന റിവായത്തിൽ കാണാൻ കഴിയും. 100 പൂർത്തിയാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം ചൊല്ലുന്ന കൂലി വേറെയാണ്. അത്രയും ചൊല്ലിയാൽ ഗുഫിറത് ഖതായാ, അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. സമുദ്രത്തിന്റെ മുരകളോളം, സമുദ്രത്തിനൊന്നും ഒരവസാനിക്കൂലല്ലോ, ഓരോ ഓളത്തിലും അത് വന്നുകൊണ്ടിരിക്കും. അത്രത്തോളം ലോകത്തെ എല്ലാ സമുദ്രത്തിന്റെയും അത്രത്തോളം നിങ്ങൾക്ക് പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു അത് പുറത്തു തരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിതങ്ങൾ ചോദിക്കുമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ആണത് കേട്ടത്. നബിതങ്ങൾ ചോദിച്ചു, അയഅജിസു അഹദുകും അൻ യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസന. എല്ലാ ദിവസവും 1000 നന്മ ചെയ്യാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? ഓരോ ദിവസവും 1000 നന്മയോ? ഒരാൾ ചോദിച്ചു, നബിയെ കൈഫ യക്സിബു അൽഫ ഹസന, 1000 നന്മയൊക്കെ എങ്ങനെ കിട്ടാനാ നബിയെ? എന്താ നബി നിങ്ങൾ പറഞ്ഞെന്നോ? യുസബ്ബിഹു മിഅത തസ്ബീഹ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ പോരെ. 3 നിസ്കാരത്തിന്റെ പിന്നാലെ ചൊല്ലിയാൽ തന്നെ 99 ഇല്ലേ? 3 നിസ്കാരത്തിന്റെ പിറകിൽ ഓരോ 33 ആയാൽ തന്നെ സെപ്പറേറ്റ് ഒരു 100 ചൊല്ലിയെന്ന് വിചാരിക്കുക. മാഷാ അല്ലാഹ്, 100
സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഫയുക്തബു ലഹു അൽഫു ഹസന ഔ ഹത്തു അൻഹു അൽഫു ഖഫീഅ, 1000 പാപങ്ങൾ അല്ലാഹു കരിച്ചു കളയുകയും 1000 നന്മകൾ അല്ലാഹു നൽകുകയോ ചെയ്യും 100 സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ. എന്തൊരു സൗഭാഗ്യമാണ്! കിച്ചണിൽ ജോലി ചെയ്യാൻ, വാഷ് ചെയ്യാൻ, കുട്ടികളെ നോക്കാൻ, സുബ്ഹാനല്ലാഹ്, കുഞ്ഞിനെ ഉറക്കാൻ, സുബ്ഹാനല്ലാഹ്. പാട്ടുപാടി കുട്ടികളെ ഉറക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറക്കുമ്പോഴും അതിന്റെ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. വെറുതെ ഓരോ മാപ്പിളപ്പാട്ടും പാടി കുട്ടികളെ ഉറക്കണ അങ്ങനെ ഒന്ന് ഉറക്കി നോക്കി. എത്ര ടൈം എടുക്കുന്നുണ്ട് കുട്ടി ഉറങ്ങാൻ സാധാരണ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറക്കി നോക്കി, കുട്ടി പെട്ടെന്ന് ഉറങ്ങുന്നതാണ്. കുട്ടിക്ക് മനസ്സമാധാനങ്ങൾ, ശരീരം കൂൾ ഡൗൺ ആവുന്ന ലാ ഇല കലിമത്തു ഷഹാദ കേൾക്കുമ്പോ. അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. ഇനി അതെന്താണെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചെന്ന് തജ്രിബത്ത് ചെയ്ത് നോക്കുക. അല്ലാഹു തആല ദിക്റിന്റെ ആ ഒരു മഹത്വം, പുണ്യവും അത് നഷ്ടപ്പെടാതിരിക്കുക. അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്ർ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പിന്നെ അവസാനമായി ഒന്നുകൂടെ പറയട്ടെ, അവസാനത്തേതിന്റെ മുമ്പ് നമുക്ക് ലഭിക്കേണ്ട ഒരു സൗഭാഗ്യം നമ്മുടെ കുടുംബത്തിന്റെ മനസ്സമാധാനമാണ്. നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ സന്തോഷമുണ്ടാകുന്നത് അതൊരു വലിയ സൗഭാഗ്യമാണ്. അത് അല്ലാഹു നമ്മളെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വീടുകളിലും പ്രയാസങ്ങളുണ്ടാവും, എല്ലാ വീടുകളിലും സ്വാഭാവികമാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്കും വാപ്പാക്കും ചിലപ്പോൾ ഒരു പക്ഷേ എന്റെ മകൻ എന്നോടുള്ളതിനേക്കാൾ സ്നേഹം ഭാര്യയോടുണ്ടോ എന്ന് ഉമ്മാക്ക് വാപ്പാക്കൊരു സംശയം, ഭാര്യയ്ക്ക് ഇവിടെ ഒരു സംശയം, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലേ. അതിനിടക്ക് തെറ്റിദ്ധാരണകളും ശരിധാരണകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇതിന്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സന്തോഷകരമായൊരു കുടുംബജീവിതം എത്ര ആളുകൾക്ക് നഷ്ടപ്പെട്ടതാണത്. ഒരുപാട് ആളുകൾക്ക് ഇത് ലഭിച്ചിട്ടില്ല. അത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഒരു മനുഷ്യൻ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നറിയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്നാണ്. കല്യാണം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാണ്. സ്വന്തം കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട്, തന്റെ ആശ്രിതരായ ആളുകളോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നവൻ അവനാണ് ഏറ്റവും നല്ല സൽസ്വഭാവി. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവര് സ്വന്തം വീട്ടുകാരോട്, സ്വന്തം ഭാര്യ മക്കളോട്. അവരാണല്ലോ ഇവന്റെ കീഴിലുള്ളവര്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ ഇവൻ റെസ്പെക്ട് ചെയ്യേണ്ടവരാണ്. അപ്പൊ സ്വന്തം ആശ്രിതരായ ഭാര്യയും മക്കളും അവര് ഇവനെ സംബന്ധിച്ച് എന്തു പറയുന്നു അതാണ് ഇവന് കിട്ടുന്ന മാർക്ക്. ഭാര്യയോട് ചോദിക്കണം നിങ്ങളെ ഭർത്താവ് എങ്ങനെയുണ്ട് എന്ന്. ഭാര്യ 100ൽ 100 മാർക്ക് തന്നാൽ അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അന ഖൈറുക്കും ലിഅഹ്ലി, എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് ഞാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സഹിച്ചു നബിതങ്ങൾ, എന്തെല്ലാം പൊറുത്തു നബിതങ്ങൾ. നബിതങ്ങൾക്കുണ്ടായിരുന്ന 9 ഭാര്യമാർ ഒരു സമയം ഹബീബിന്റെ കൂടെ ജീവിച്ചത്. ആ 9 ഭാര്യമാരും നബിതങ്ങൾ കല്യാണം കഴിച്ചത് അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. തങ്ങളായിട്ട് കല്യാണം കഴിച്ചത്, തങ്ങളുടെ മാത്രം തീരുമാനപ്രകാരം തങ്ങൾ കല്യാണം കഴിച്ചത് ഒരേ ഒരു മഹദിയെ മാത്രമാണ്. ആരാണത്? ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ നബിതങ്ങൾക്ക് വയസ്സ് 25. ഖദീജ ബീവി നബിയോട് യാത്ര പറയുമ്പോ നബിതങ്ങൾക്ക് വയസ്സ് 53 എന്ന് പറഞ്ഞാൽ 28 കൊല്ലം. 28 കൊല്ലം. തങ്ങൾക്ക് 53 വയസ്സാണ്. ഖദീജ ബീവിക്ക് വയസ്സ് 68 വയസ്സാണ്. 70 വയസ്സോളം പ്രായമായിട്ടുണ്ട് നബിയുടെ ഭാര്യയ്ക്ക്. ആ കാലയളവിൽ അല്ലാഹുവിന്റെ റസൂല് വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ നബിതങ്ങൾ? ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളായിട്ട് കല്യാണം കഴിച്ചത് ഒന്നാണ്. പക്ഷെ നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം, ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഏതൊരു ഭാര്യയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അതെല്ലാം വഹ്യും മിനല്ലാഹ്, അല്ലാഹു നൽകിയ വഹയായിരുന്നു, അല്ലാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് നബി തങ്ങൾ കല്യാണം കഴിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 കഴിയുമ്പോൾ മനുഷ്യന്റെ വൈകാരികമായ തൃഷ്ണയോ ആരോഗ്യമോ നഷ്ടപ്പെടുന്ന പ്രായമാണ്. നബി തങ്ങൾ 1ലേറെ ഭാര്യമാരെ കല്യാണം കഴിച്ചത് ഹബീബായ നബി തങ്ങൾ 53 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. അപ്പൊ വൈകാരിക ആഗ്രഹത്തിന് നബി കല്യാണം കഴിച്ചു എന്ന് എങ്ങനെ പറയാം? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 25 വയസ്സുള്ള നബി കല്യാണം കഴിക്കൂലേ? 4 5 അല്ലല്ലോ. എന്തിനായിരുന്നത്? ഒരു കുടുംബത്തെ കൊണ്ടു നടക്കാനുള്ള ഏറ്റവും സങ്കീർണമായ ഒരു കുടുംബത്തെ
എങ്ങനെ കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ദഅവത്തിന്റെ ഭാഗങ്ങളുണ്ട്. അവിടുത്തെ ഖബായിലുമായി, കുടുംബങ്ങളുമായി നബി തങ്ങൾ ബന്ധം സ്ഥാപിച്ചതുണ്ട്. ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ജൂതന്മാരുടെ സംഘങ്ങളുമായി, ക്രിസ്ത്യാനികളുടെ സംഘങ്ങളുമായൊക്കെ ബന്ധം സ്ഥാപിക്കാൻ നബി തങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ കാരണമായിട്ടുണ്ടെന്നാണ്. സഫിയ്യ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച ഒരു ഭക്ഷണം ഹബീബിന്റെ മുമ്പിലേക്ക് വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി തങ്ങൾ ഉള്ളത്. ആയിഷ ബീവി വരുമ്പോഴേ തീരുമാനിച്ചു, ഞാൻ എന്റെ വീട്ടിൽ നബി ഇരിക്കുമ്പോ ഈ വീട്ടിന് പിന്നെ സഫിയ്യ ബീവി ഭക്ഷണം കൊടുത്തേക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനുണ്ടായിരിക്കുമ്പോ സ്വാഭാവികമായും പെണ്ണുങ്ങൾക്ക് പരസ്പരം തോന്നുന്ന ഒരു വിദ്വേഷം. ആയിഷ ബീവി ആ ഭക്ഷണം ഇങ്ങനെ എന്തോ ഒരു ഹരീസ പോലുള്ള ഒരു ഭക്ഷണം കൊണ്ടുവരികയാണ്, ഗോതമ്പും ഇറച്ചിയും കൊണ്ടുണ്ടാക്കിയത്. ആ ഭക്ഷണം ആയിഷ ബീവിന്റെ വീട്ടിൽ കണ്ട് കയറിയപ്പോ ആയിഷ ബീവി ഒരൊറ്റ കുത്തു കൈകൊണ്ട് ആ ഭക്ഷണം അങ്ങ് താഴെ വീണു. എന്റെ ഭക്ഷണം കഴിച്ചാൽ മതി നബി, പിന്നെ വേറൊരു ഭാര്യന്റെ ഭക്ഷണം എന്തിനു കഴിക്കണം? പാത്രം പൊട്ടി ഭക്ഷണം താഴെ വീണു. നബി തങ്ങൾ ആ ഭക്ഷണം ഇങ്ങനെ കൈകൊണ്ട് ഒടിച്ചെടുത്തു. ആയിഷ ബീവി ഒരു നല്ല പാത്രം കൊടുത്തേക്കും കേട്ടോ, ആ പാത്രം പൊട്ടിച്ചതിന് പകരം കുടിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ വാരിയെടുത്തു നബി തങ്ങൾ താഴെ നിന്ന്. എന്നിട്ട് പറഞ്ഞു, വാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നു കേട്ടോ. കണ്ടില്ലേ ഉമ്മ ആ ഭക്ഷണം തട്ടിച്ചിന്തിയത്, ഉമ്മാക്ക് ദേഷ്യം വന്നതാണ് എന്ന് സ്വന്തം ആയിഷ ബീവിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പ്രശ്നങ്ങളുണ്ടായില്ല. എന്റെ ഹബീബിനെ ഞാൻ അന്ന് രാത്രി ഞാൻ തപ്പി നോക്കി. എന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്, കണ്ടില്ല. അവസാനം എന്റെ ആ ഒരു പരതി നോക്കുന്നതിനിടയിൽ ഞാൻ അറിഞ്ഞു നബിതങ്ങൾ നിസ്കരിക്കുകയാണ്, നബിതങ്ങൾ സുജൂദിലാണ്. ഹബീബ് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ ദുആ ചെയ്യാൻ നിബിതങ്ങൾ തീരുമാനിച്ച നിബിതങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്ന ദുആയാണത്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരയണമേ. നിസ്കാരം കഴിഞ്ഞപ്പോ മുത്തനബിതങ്ങൾ നിസ്കാരം നിർത്തിയപ്പോ ആയിഷ ബി പറഞ്ഞു, നബിയെ ഇന്നക ഫീ അംരിൻ വ അന ഫീ അംരിൻ ആഖർ. നബിയെ അങ്ങ് അല്ലാഹുവിന്റെ വിഷയത്തിലാണ്, ഞാൻ അങ്ങ് എന്നെ വിട്ട് വേറെ ഭാര്യയുടെ റൂമിലേക്ക് വീട്ടിലേക്ക് പോയോ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. നബിയെ എന്റെ ഒരു ചിന്ത കിടക്കുന്ന കോലം, അങ്ങയുടെ ചിന്ത അല്ലാഹുവുമായി ഞാൻ ചിന്തിക്കുന്നത് ഈ ലോകത്തെ കാര്യമായി പോയി നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ബറാഅത്തിന്റെ രാവിൽ ബഖീഅകാർക്ക് ദുആ ചെയ്യാൻ പോകുന്ന നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നേരം ആ പള്ളിക്കാട്ടിൽ നിന്ന് ദുആ ചെയ്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തൊട്ടടുത്ത വീടുകളിലൊക്കെ ഒന്ന് ചാടി അവിടെ ചെന്ന് നോക്കി മെല്ലെ മെല്ലെ ചെവി വെച്ച് നോക്കുന്നുണ്ട്, ഹബീബിന്റെ വർത്തമാനം കേൾക്കുന്നുണ്ടോ. പാതിരാത്രി നേരം ആരും കിടന്നുറങ്ങിയിരിക്കുക, നബി റൂമിൽ കണ്ടില്ല, തങ്ങൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയതാണ്. മസ്ജിദ് നബീന്റെ അടുത്തില്ലേ ജന്നത്തുൽ ബഖീ, അന്ന് ഇപ്പൊ മതിലൊക്കെ ഉണ്ട്, അന്ന് മതിലൊന്നുമില്ല. ആയിഷ ബീവി ഇങ്ങനെ ഒരാളെ കണ്ടവിടെ, അത് നബി തന്നെയാണോ? അടുത്തൊക്കെ ചെന്നു, നബിയാണെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് നബിയുടെ ദുആ നിർത്തിയിട്ടുണ്ട്. ആയിഷ ബീവി ഒരൊറ്റ ഓട്ടം. അങ്ങനെ നബി തങ്ങൾ നോക്കുമ്പോ ഇരുട്ടത്തൊരു രൂപം പോകുന്ന നബിയും കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കളുള്ള കാലല്ലേ. റൂമിലേക്ക് ചെല്ലുകൊണ്ട് പുതപ്പിന്റെ അടിയിൽ നിന്ന് ആയിഷ ബീവി ഇങ്ങനെ കിടക്കണ ഓടി വന്ന്, അല്ല ആയിഷ ബീവി എന്തേപ്പത് അങ്ങനെയല്ല പറയാ, പാർക്കിങ്ങിൽ കിടക്കണ വണ്ടിയിൽ വെറുതെ എഞ്ചിൻ ചൂടാവില്ലല്ലോ, എന്തേപ്പ സംഭവം? ആയിഷ ബീവി എന്താണ് ഈ കിടക്കണത്, എന്തു പറ്റി? നബിയെ ഞാൻ അങ്ങയെ തിരക്കി, പിന്നാലെ വന്നിരുന്നു, അങ്ങ് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയതാണെന്നറിയാൻ. പിന്നെ എനിക്ക് മനസ്സിലായില്ല, അങ്ങ് ദുആ ചെയ്യാൻ വേണ്ടി പോയതാണ്. അതെ ആയിഷ, നിങ്ങൾക്കറിയോ ഇത് ബറാഅത്തിന്റെ രാവാണ്. എന്റെ സ്വഹാബികളിൽ കഴിഞ്ഞുപോയവർക്ക് വേണ്ടി ഞാൻ മഗ്ഫിറത്തിനെ ചോദിക്കാൻ വേണ്ടി പോയതാണ്. അമാ ഖിഫ്തി, നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ ആയിഷ ബീവി, അൻ യഹീഫല്ലാഹു അലൈകി വറസൂലു, അല്ലാഹു അവന്റെ റസൂലും നിങ്ങളോട് ദുൽമ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ആയിഷ ബീവി? ചെയ്യൂല. അങ്ങയുടെ ദിവസം മറ്റെവിടെയെങ്കിലും പോകുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? ചെയ്യൂല ആയിഷ ബീവി, ഞാനത് ചെയ്യൂല.
അതായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. കാന യകൂനു ഫീ ഖിദ്മത്തി അഹ്ലി, വീട്ടുകാർക്ക് എല്ലാ ഉപകാരവും ചെയ്തു കൊടുക്കും. ഫഇദാ ഹദറത്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയമായാൽ കഅല്ലം യഅരിഫന, ഞങ്ങളെ ഒരു പരിചയവും നബിക്ക് ഇല്ലാത്ത പോലെയാണ് നിസ്കാരത്തിന്റെ നേരമായാൽ. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷമാണ് ആ വീടുകളിൽ ഉണ്ടായത്, ആനന്ദമായിരുന്നു. ഹബീബിന്റെ വിട പറയൽ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബിനെ മറവ് ചെയ്ത് വരുമ്പോ ആയിഷ ബീവി അടക്കം, ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം, കൈഫ താബത് നഫ്സുകും അൻ തഹ്തു അസ്സുറാബ അലാ ജസദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നബിയെ മറവ് ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നിയെന്ന് പൊട്ടിക്കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട് നബിയുടെ ഭാര്യമാർ, ഹബീബിന്റെ മക്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഉപ്പയില്ലാത്ത വീട് അവർക്ക് ഓർക്കാൻ കഴിയില്ല. ഹബീബിന്റെ വരവ് അവിടെ സന്തോഷമായിരുന്നു. ഏറ്റവും നല്ല അൽ മവദ്ദ സൗജിയ്യ, ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും മഹിതമായ മൂല്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഹബീബായ തങ്ങളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിന്റെ ജീവിതവും മാതൃകയാക്കുകയാണ് നമുക്കും അനിവാര്യം, നമുക്കും ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു തആല നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനത്തേത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു നേരമുണ്ട്. മാതാപിതാക്കൾ കൈയുയർത്തി എന്റെ മകന്, എന്റെ മകൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നൊരു നേരം, അവർക്ക് നന്മ ചെയ്യണേ എന്ന് മാതാവും പിതാവും ദുആ ചെയ്യുന്നൊരു സൗഭാഗ്യം, മാതാവിനെയും പിതാവിനെയും സംരക്ഷിച്ചതിന്റെ ഒരു ആനന്ദം. അങ്ങനെയാണ്. എത്ര സ്വഭാവം നല്ലവരാണെങ്കിലും സ്വഭാവം മോശമായ ഉമ്മയും വാപ്പയുമാണ് എങ്കിൽ പോലും അവരുടെ സംരക്ഷണം നമുക്ക് ബാധ്യതയാണ്. അങ്ങനെയാണ്. വാപ്പാന്റെ സ്വഭാവം ശരിയില്ല എന്ന് വിചാരിച്ച് വാപ്പ നോക്കാൻ പാടില്ല. ഉമ്മ ഒരു നന്ദിയും ചെയ്യാത്ത ഉമ്മയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ഉമ്മമാർ അങ്ങനെ ആവരുത്. പക്ഷേ എന്നാലും മക്കൾക്ക് അവരോട് കടപ്പാടുണ്ട്. അള്ളാഹു നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ ആ മാതാപിതാക്കളുടെ നന്മയുടെ ഒരു ആ നന്മ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ആനന്ദമാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടപ്പോൾ മഹാനവറുകൾ കരഞ്ഞു. ബഖ അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്നവർ കരഞ്ഞു ഉമ്മ മരണപ്പെട്ടപ്പോ. ചോലക്കൽ ഇസ്ഹാഖ് എന്നവരൊരു 10,000 രൂപ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഭാവി റിയാദിൽ നിന്ന് 10,000 രൂപ അവരുടെ അസുഖം, പെങ്ങളുടെ അസുഖം. അൽഹംദുലില്ലാഹ് 10,000 അതിൽ കൂടുതലോ കുറവോ എത്ര ആവട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഇവിടെ അതിൽ ഏൽപ്പിക്കണം. 11,000 ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഫരീദ് ഹാജി, അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളുടെ സംഭാവനയും അവരുടെയൊക്കെ ദുആയുമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വരുമാനം എന്നറിയാം. കാരണം ഈ സ്ഥാപനത്തിന് എന്താ വരുമാനം എന്ന് ചോദിച്ചാൽ 3 തെങ്ങും പിന്നെ ചെറുവാളൊരു ഉസ്താദ് എന്നാ പറയാ. ഈ ഉസ്താദിന്റെ മക്കളെ വീട് നോക്കുന്ന പോലെ ഉസ്താദാണ് നോക്കുന്നത്. ഉസ്താദിന്റെ അടുത്ത് ദുആ ചെയ്ത് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ഉസ്താദിന് വളരെ ഇജാസിയത്ത് പ്രകാരം തന്നെ മഹാനവറുകൾ കാരക്കയും വെള്ളവും മന്ത്രിച്ചൂതി കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്. അതിപ്പോ അടുത്ത് 2015 മുതൽ അങ്ങനെ 20-25 കൊല്ലൊക്കെ കുട്ടികളില്ലാതെ നിന്നിട്ട് മഹാനവറുകളുടെ ദുആ കൊണ്ട് മന്ത്രിച്ചൂതി കൊടുക്കുകയാണ്. എന്തെങ്കിലും ഉസ്താദ് കൊടുക്കുന്ന ഒരു തബറുക്ക് കൊണ്ട് ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായപ്പോ അവരൊക്കെ ഇവിടെ വരുമ്പോ സ്ഥാപനം കാണുമ്പോ അവരെ ഏറ്റെടുത്ത് ചെയ്തതാണ് ഈ പണികളൊക്കെ. ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ അനുഭവം കിട്ടിയ ആളുകൾ ചെയ്ത പണികളാണ് ഇപ്പൊ ഈ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ 2015 മുതൽ ആ കുട്ടികളുടെ ഒക്കെ പേരും ആ അനുഭവം എഴുതി വെക്കാൻ തീരുമാനിച്ചു. 2015 മുതൽ അതുവരെ കുട്ടികളില്ലാത്തവർ വന്ന അനുഭവം പറയുമ്പോൾ അവിടെ മുതൽ ഉണ്ടായ അതന്നെ ഇപ്പൊ ഒരു 60 കുട്ടികൾ കഴിഞ്ഞതാണ്. എഴുതി വെക്കാത്തത് 10-30 കൊല്ലം മുമ്പേ ഉള്ള ഒരു 25,000 കേസുകളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുന്ന പറയാം. അപ്പൊ അത്രയും വലിയൊരു സൗഭാഗ്യമാണ് മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
കേന്ദ്ര മുഷാവർ അംഗം കൂടിയാണ്. അപ്പോൾ നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവണമെന്നാണ്. അവനവന്റെ മുറ്റത്തുള്ള മുല്ലല്ലേ അവനെ സ്വസ്ഥമായിട്ട് മണക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മഹാനുഭാവൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മഹാനവറുകളുടെ ദുആ ഉണ്ടാകുമ്പോ, ഈ സ്ഥാപനം അവിടെ നിലനിൽക്കുമ്പോ, ഉസ്താദിന് എന്തെങ്കിലും ആരെങ്കിലും സന്തോഷത്തോടെ എന്തെങ്കിലും കൊടുക്കണത് ഉസ്താദ് ഈ സ്ഥാപനത്തിൽ ഒന്ന് കൊടുക്കുകയാണ്. അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഉസ്താദ് 2 ലക്ഷം കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവോ? അപ്പോ അത്രയും ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവന തുല്യം മഹാനായ ശംസുൽ ഉലമ അവറുകളാണ് ഉസ്താദിനോട് തൃശൂർ ജില്ലയിലെ ദഅവത്തുമായി മുന്നോട്ട് പോയാൽ മതി, നിങ്ങൾ ഇവിടെ വേണം എന്ന് ശംസുൽ ഉലമ പറഞ്ഞപ്പോഴാണ് മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇവിടെ തൃശൂർ ജില്ലയിൽ അവരുടെ കർമ്മഗോധയാക്കി മാറ്റിയത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഉസ്താദ് ജന്മം കൊണ്ട് മലപ്പുറം ജില്ലയിൽ ആണ്, പെരിന്തൽമണ്ണ അടുത്തുള്ള ഏലംകുളം, പെരിന്തൽമണ്ണ അടുത്ത് ഏലംകുളം. വാപ്പ മുസ്ലിയാരുണ്ടിപ്പോ, അപ്പൊ ഏലംകുളത്തുകാരനാണ് ഉസ്താദ്. പക്ഷേ കർമ്മം കൊണ്ട് ഇവിടെയാണ്. ഒരുപാട് ഊണും ഉറക്കമില്ലാതെ യാത്രയും ത്യാഗവുമായിട്ട് കഴിയാണ്. അല്ലാഹു തആല ഇവിടെ അമലുകളൊക്കെ ഖബൂൽ ചെയ്യട്ടെ. മഹാനവറുകൾക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിനെ ദുആയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം മഹാനവരുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇതിനൊക്കെ ഉത്തരം നൽകട്ടെ. ആമീൻ. പ്രത്യേകിച്ച് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാർക്ക് മഹാനവറുകളുടെ ദുആയും അവരുടെ തബറുക്ക് കൊണ്ടൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതൊക്കെ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് മടുത്തിട്ടൊക്കെ നിൽക്കുമ്പോ, മടുക്കുന്നതിന് മുമ്പും മടുത്തതിന്റെ ശേഷമൊക്കെ ഈ ക്യാമ്പസിന്റെ മുന്നിലേക്ക് ദാറുൽ തഖ്വ ഇസ്ലാമിക് അക്കാഡമിയിലേക്ക് ഇവിടെ ഈ നമ്മുടെ പാലപ്പള്ളിയിലേക്ക് കടന്നു വന്ന് മഹാനവറുകളുമായി ആ വിഷയം സാദിനോട് വിഷയം ധരിപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കണം അത്തരക്കാരായ ആളുകൾ എന്ന് വസീയത്ത് ചെയ്യുകയാണ്. ഒരു വിദ്യാർത്ഥിനി രോഗങ്ങളൊക്കെ ശിഫയാവാനും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാവാനും ഒരു സ്വർണ്ണവള മാഷാ അല്ലാഹ്, അല്ലാഹു തആല സഹോദരിക്ക് ഉന്നത വിജയം